ഓൺലി ടാറ്റ സ്റ്റീൽ. ആ രീതിയിലേക്ക് കല്ല് വെക്കുന്ന ഓരോ ബിൽഡിങ്ങിൻ്റെയും സ്റ്റീൽ സ്ട്രക്ചർ ടാറ്റയാകാൻ മാത്രം വളർന്ന ടാറ്റ കമ്പനി, അവർ ആകെ ഇന്ത്യയിലുള്ളത് 120 കോടി ജനങ്ങളിൽ 70,000 മാത്രം ആളുകളാണ് പാർസീസ് ഇന്ത്യയിലുള്ളത്. ബട്ട് ദേ ബിക്കം ദ അൺക്വസ്റ്റനബിൾ economic leader in India. And they provide 7 ലക്ഷം ജോബ് കൊടുക്കുന്നു എന്ന് മാത്രമല്ല, ആളുകളുടെ ഹെൽത്ത് സെക്ടറിൽ അതുപോലെ എഡ്യൂക്കേഷൻ സെക്ടറിൽ ടാറ്റയുടെ ഡോമിനൻസ് ഈസ് സീൻ ഓൾ ദ പാർട്ട് ഓഫ് ഇന്ത്യ. നൗ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിനയാന്വിതനായിക്കൊണ്ട് തന്നെ വേറൊരു ഡാറ്റ പ്രസന്റ് ചെയ്യുകയാണ്. കേരളത്തിൽ പത്രക്കാർ വരെ പറയുന്നത് ഞങ്ങൾക്കൊരു സ്ഥാപനം മാത്രമേ അറിയുള്ളൂ, ദാറ്റ് ഈസ് ഓൺലി ഷെയ്ഖ് അബൂബക്കർ അഹമ്മദ് ഓർ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. 1.5 കോടി സ്ക്വയർ ഫീറ്റ് സ്പേസ് എഡ്യൂക്കേഷനും ഹെൽത്തിനും മാത്രം ആ ഒറ്റയാൾ പട്ടാളം ഇന്ത്യക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഞാൻ എക്സാജറേറ്റ് ചെയ്യുകയല്ല, വളരെ വിനയാന്വിതമായ റിപ്പോർട്ടാണിത്. അതിൻ്റെ താഴെ മാത്രമാണ് ഇന്ത്യയുടെ റീറ്റെയിൽ സെക്ടറിൻ്റെ മുകളായ, അല്ലെങ്കിൽ 3rd ലാർജസ്റ്റ് റീറ്റെയിൽ സെക്ടറിൻ്റെ കിങ് എന്ന് ഫോബ്സ് മാഗസിൻ വിശേഷിപ്പിക്കുന്ന നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമായ യൂസഫ് അലി സാബിൻ്റെ കോൺട്രിബ്യൂഷൻ ഈസ് ഓൺലി 1.2 CR സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ കാന്തപുരം ഉസ്താദിൻ്റെ കോൺട്രിബ്യൂഷൻ 1.5 CR. പ്രൊട്ടക്റ്റീവ് യൂസ്, primarily used for the education and then health, and providing 85,000 jobs to Indian market. അത് 85,000 ആളുകൾക്ക് ജോലി കൊടുക്കുന്നു. 15,000-ഓളം ഇൻസ്റ്റിറ്റ്യൂഷൻസ്, 22 രാജ്യങ്ങളിൽ മുഴങ്ങിക്കേൾക്കുന്ന സമാധാനത്തിൻ്റെ സന്ദേശമായ ഇസ്ലാമിൻ്റെ സന്ദേശം ലോകത്ത് പ്രചരിപ്പിക്കുന്ന വ്യക്തി. കേരളത്തിൻ്റെ കുഗ്രാമത്തിൽ ജനിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഗ്രാമങ്ങളിലൂടെ ബീഹാറിലും ആസാമിലും ഗുജറാത്തിലും ജാർഖണ്ഡിലും അവിടുത്തെ ഗ്രാമങ്ങളിലൊക്കെ തന്നെ എഡ്യൂക്കേഷൻ 500-ഓളം പ്രൈമറി സ്കൂളുകൾ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആൻഡ് ഈ കുട്ടികൾ, ഇവിടുന്ന് പഠിച്ചിറങ്ങിയ കുട്ടികൾ ഇന്ത്യയുടെ പ്രശസ്തമായ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയ IITs, NITs ആൻഡ് ഈവൻ ലോകത്തിലെ പല യൂണിവേഴ്സിറ്റികളും ആ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇവിടെ നമുക്കുള്ളൊരു വീക്ക്നെസ്, ബേസിക് ഇസ്ലാമിക് മദ്രസ എഡ്യൂക്കേഷനിൽ ഒരു 50% പ്രസൻസ് നമുക്കുണ്ടെങ്കിൽ മോഡേൺ എഡ്യൂക്കേഷനിൽ വി ഗോട്ട് 10% പ്രസൻസ് ടുഡേ. അങ്ങനെയാണെങ്കിൽ പോലും ഞങ്ങളൊരു കാൽവെപ്പ് നടത്തി നോളജ് സിറ്റിയുടെ ഭാഗമായ ഒരു ടെസ്റ്റ് ഡോസ് നേരത്തെ നമ്മുടെ മർക്കസ് നോളജ് സിറ്റിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും നമ്മുടെ അലിഫ് ഗ്ലോബൽ സ്കൂളിന്റെ കറന്റ് പ്രിൻസിപ്പാളുമായ ഡോക്ടർ അമീർ പറഞ്ഞതുപോലെ, ദ ന്യൂ വേൾഡ് റിക്വയർ ന്യൂ എഡ്യൂക്കേഷൻ, ന്യൂ ബ്രീഡ് ഓഫ് പീപ്പിൾ. ആ ന്യൂ ബ്രീഡ് ഓഫ് പീപ്പിളിന്റെ ടെസ്റ്റ് ഡോസായി കേരളത്തിൽ ആരും കാണിക്കാത്തൊരു ധൈര്യം കൊച്ചു കുട്ടികളിൽ നാളെ ഇവിടെ ഡോമിനേറ്റ് ചെയ്യാൻ വന്ന റോബോട്ടിക് എഡ്യൂക്കേഷൻ ഞങ്ങൾ കൊടുത്തു. ടു സീ ദാറ്റ് ഹൗ ദേ ഗോയിങ് ടു ബിഹേവ് ഇറ്റ്. എങ്ങനെയാണ് കുട്ടികൾ പ്രതികരിക്കുക എന്ന് വെച്ച് ഞങ്ങൾ കുറച്ച് കുട്ടികൾക്ക് റോബോട്ടിക് എഡ്യൂക്കേഷൻ കൊടുത്തു, റോബോട്ടിനെ ട്രെയിൻ ചെയ്യിച്ചു, റോബോട്ട് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു. ടെസ്റ്റിന് വേണ്ടി അവർ കേരളത്തിന്റെ കോമ്പറ്റീഷനിലേക്ക് അയച്ചു. ദേ ബിക്കേം ദ ചാമ്പ്യൻസ് ഇൻ ദ കേരള കോമ്പറ്റീഷൻ, റോബോട്ടിക് കോമ്പറ്റീഷൻ. നിർത്തിയില്ല. They were qualified to participate in All India Robotic Competition in Bangalore. They did not stop there. 2 of them got selected in International Robotic Competition going to be held in New York. This is a courage Sheikh Abu Bakr has given to us in testing everything what the world is required, not only today, even tomorrow. Then ആ സ്ലൈഡ് കുറച്ചുകൂടി ഒരു പ്രൊവോക്കേറ്റീവാണ്, അത് ഞാൻ കിടക്കുന്നില്ല. Now he is a Grand Mufti and he has got a reachability 20 crores of the community across India. ചെറിയൊരു കാൽവെപ്പിലൂടെ അതിൻ്റെ 50% എത്താൻ കഴിയും. തന്നെയുമല്ല, ഒരു ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ടാക്കാതെ കർണാടകയിൽ മാത്രം ഉള്ള ഇൻഫ്രാസ്ട്രക്ചറെ കൺസോൾട്ട് ചെയ്തു
കേരളത്തിൽ പരീക്ഷിച്ച മോഡൽ ഒന്നവിടെ ഫ്രെയിംവർക്ക് കൊടുത്തു. മദ്രസാ സിസ്റ്റത്തെ ഒന്ന് പരിഷ്കരിച്ചപ്പോൾ, മോഡേൺ എഡ്യൂക്കേഷൻ ലിങ്ക് കൊണ്ടുവന്നപ്പോൾ ആ വളർച്ച, ഞാൻ നേരത്തെ പറഞ്ഞ വളർച്ച 8.5 lakhs ടാറ്റയുടെ തൊട്ടടുത്തേക്ക് ജോലി കൊടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മർക്കസിന്റെ കാൽ സ്റ്റെപ്പുകളൊക്കെ എത്തിക്കാൻ ഷെയ്ഖ് അബൂബക്കറിന് കഴിഞ്ഞു എന്നത് ഇന്ത്യ മറക്കരുത്. ആരും മറന്നു, ലീഡേഴ്സ് മറന്നു പോകാൻ പാടില്ല. ഈ കാലം 40 വർഷം സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ പ്രവർത്തിച്ച് ലക്ഷക്കണക്കിന് കുട്ടികൾ വാർത്തെടുത്തു. 6000-ഓളം കുട്ടികൾ മാത്രം. 3rd largest ഓയിൽ കമ്പനിയായ അഡ്നോക്കിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വന്ന് ഇവിടുന്ന് കുട്ടികളെ സെലക്ട് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ 6000 കുട്ടികൾ 28-ാം തീയതി ശമ്പളം ലഭിക്കുന്ന അഡ്നോക്കിൽ മാത്രം പഠിച്ചു അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരാവശ്യപ്പെട്ട ഹൈടെക്കുകാരെ നമുക്ക് ഇതുവരെയും പ്രൊവൈഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതിനുവേണ്ടിയാണ് ദാറ്റ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു ബിൽഡ് ദി മർക്കസ് നോളജ് സിറ്റി. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ 5 സെന്റ് സ്ഥലം പോലുമില്ല എന്ന് പറഞ്ഞ മർക്കസ് നോളജ് സിറ്റി, ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് പോലും ഇല്ല എന്ന് പറഞ്ഞ മർക്കസ് നോളജ് സിറ്റി ടുഡേ വി ആർ ഇനോഗ്രേറ്റിംഗ് ബൈ ദി ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള the global school under the Markaz Knowledge City. We have to be proud of it. അതാണ് ആ കാന്തപുരം മോഡലിൻ്റെ, ഞങ്ങളൊക്കെ എക്കണോമിക്സ് ഒക്കെ പഠിക്കുന്നവരും എഞ്ചിനീയറിംഗിൽ മാത്തമാറ്റിക്കൽ മോഡൽ ചെയ്യുന്നവരും ഞാൻ അതിന് കൊടുത്ത പേരാണ് കാന്തപുരം മോഡൽ. ആ കാന്തപുരം മോഡലിൻ്റെ മാഗ്നറ്റിക് പവർ അതാണ്. ഒന്നുകൂടി ഞാൻ മനസ്സിലാക്കാം. I don't know how much time I have. Please give an indicator. Okay. When in 2004, our Honorable Prime Minister came into power, Pradhana Mantri Modi ji 100 സ്മാർട്ട് സിറ്റിയാണ് ഇന്ത്യക്ക് സംഭാവന നൽകുമെന്ന് പറഞ്ഞത്. ആ സ്മാർട്ട് സിറ്റിയുടെ ഇന്നത്തെ അവസ്ഥ ഇതാണെങ്കിൽ, 2ാം പ്രാവശ്യവും അധികാരത്തിലെത്തിയിട്ടും ഒന്നും അതിനെക്കുറിച്ച് കേൾക്കുന്നില്ല എന്നുള്ളതാണ്. തന്നെയുമല്ല, കൊച്ചിയിൽ, എൻ്റെ ജന്മനാടായ കൊച്ചിയിൽ 2 സ്മാർട്ട് സിറ്റിൻ്റെ അനുഗ്രഹം ആ കൊച്ചിക്കുണ്ട്. ഒന്ന് ദുബായ് ഗവൺമെൻറ്റിൻ്റെ സ്മാർട്ട് സിറ്റിയും ഒന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സ്മാർട്ട് സിറ്റിയും. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സ്മാർട്ട് സിറ്റി പ്രപ്പോസലിൽ മാത്രം നിൽക്കുന്നു. ദുബായ് ഗവൺമെൻറ്റിൻ്റെ സ്മാർട്ട് സിറ്റി 10% മാത്രമായി ഒതുങ്ങി നിൽക്കുന്നു. ഇപ്പോൾ ബോംബെയിൽ അതുപോലത്തെ ഒരു പ്രോജക്റ്റ് ഓണറബിൾ പ്രൈം മിനിസ്റ്ററിൻ്റെ കീഴിൽ വളരെ ഇൻട്രസ്റ്റോട് മോണിറ്റർ ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ്. ഒരു ബൊഹ്റ കമ്മ്യൂണിറ്റിയുടെ 2025 കോൺട്രിബ്യൂഷൻ വെക്കുന്ന 16 ലക്ഷം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു സ്മാർട്ട് സിറ്റി. ആൻഡ് മർക്കസ് നോളജ് സിറ്റിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇനാഗുറേഷൻ നടക്കുകയാണ്. മാർച്ച് 2020 മർക്കസ് നോളജ് സിറ്റി പബ്ലിക്കിന് തുറന്നു കൊടുക്കുമ്പോൾ ഇന്ത്യയിൽ ഞങ്ങൾ കൈകോർക്കുന്നത് സ്മാർട്ട് സിറ്റി കൗൺസിൽ, ഇന്റർനാഷണൽ സ്മാർട്ട് സിറ്റി കൗൺസിൽ അംഗീകരിച്ച കമ്പനികൾക്ക് മാത്രമാണ് ഞങ്ങൾ അംഗീകാരം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽപ്പെട്ടതാണ് സീമെൻസ്, വിപ്രോ, ഫിലിപ്സ് പോലത്തെ ജയൻസ് ഇൻ ദി ഇൻഡസ്ട്രി, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രി. ഞങ്ങൾ ആദ്യം അടിച്ചു നോക്കും ദിസ് കമ്പനി ഈസ് ക്വാളിഫൈഡ് ഓർ നോട്ട്. അതില്ലെങ്കിൽ നമ്മൾ അത് അനുവാദം കൊടുക്കാറില്ല. അതിനർത്ഥം ഇത് നോളജ് സിറ്റി ആണെങ്കിലും നമ്മളിവിടെ പ്ലഗ് ഇൻ ചെയ്യുന്ന കമ്പോണൻറ്റുകൾ, ആ പ്ലഗ് ഇൻ ചെയ്യുന്ന കമ്പോണൻറ്റുകൾ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് സെലക്ട് ചെയ്ത് that is going to transform this knowledge city into smart city. And we are going to position, we are going to enlist knowledge city. We are trying to enlist in the Smart City Council, International Smart City Council. അങ്ങനെ ചെയ്യുമ്പോൾ അതിന് എല്ലാ ചേരുവവും ആയി കഴിഞ്ഞു. അങ്ങനെ ആകുമ്പോൾ മാർച്ച് 2020 എൻ്റെ എലൈറ്റഡ് ഓഡിയൻസിനോട് എനിക്ക് ഉണർത്താനുള്ളത് 5 സെന്റ് സ്ഥലം പോലുമില്ല എന്ന് പറഞ്ഞ മർക്കസ് നോളജ് സിറ്റി 2020 ഞങ്ങൾ അതിനെ സ്മാർട്ട് സിറ്റി കൗൺസിലിനോട് പൊസിഷൻ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഒരേ ഒരു സ്മാർട്ട് സിറ്റി മർക്കസ് നോളജ് സിറ്റി ആയിരിക്കുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പൊളൈറ്റ്ലി, നോട്ട് വിത്ത് പ്രൗഡ്, because it is happened only because of your support.
officials, professionals, company directors, everybody, and NRIs. ഒരു മടിയും കൂടാതെ റിയൽ എസ്റ്റേറ്റിന്റെ ഡൗൺ ട്രെൻഡ് ഉണ്ടായ കാലഘട്ടത്തിൽ പോലും രണ്ട് പ്രാവശ്യം റിയൽ എസ്റ്റേറ്റിൽ വലിയ കുലുക്കങ്ങൾ ഉണ്ടായി. അവിടെ ഒക്കെ തന്നെ നമ്മളെ തളർത്താതെ NRIs ആണ് നമ്മളെ ഈ പ്രോജക്റ്റിനെ സപ്പോർട്ട് ചെയ്തത്. ഇൻവെസ്റ്റ്മെന്റ് വന്നത് മുഴുവൻ NRIസിന്റെ കയ്യിൽ നിന്നാണ്. ഞാൻ നീട്ടുന്നില്ല, മൈ ടൈം ഈസ് ഗെറ്റിംഗ് ഓവർ. നൗ ഇപ്പോൾ തന്നെ കേരളത്തിൽ ആദ്യത്തെ യുനാനി മെഡിക്കൽ ശാഖ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ഏകദേശം MBBSന്റെ അതേ കോഴ്സ് 5.5 വർഷം ആ കോഴ്സിന്റെ ഫൈനൽ നടന്നുകൊണ്ടിരിക്കുന്നു. സെക്കൻഡ്, ലോ കോളേജ് 2 ബാച്ച്, 3 years കോളേജിന് 2 ബാച്ച് ഇറങ്ങി. ഇന്റഗ്രേറ്റഡ് LLBയുടെ 1 ബാച്ച് ഇറങ്ങാൻ പോകുന്നു. നമ്മുടെ കുട്ടികൾ 2 ബാച്ച് ഓൾറെഡി ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ 5 സെന്റ് മാത്രമുള്ള നോളജ് സിറ്റിയിൽ നിന്ന് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ രജിസ്റ്റേർഡ് ലോയേഴ്സ് ആയിട്ട് 2 ബാച്ച് ഇറങ്ങിക്കഴിഞ്ഞു. 1 ബാച്ച് സുപ്രീം കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി രജിസ്ട്രേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. Now, exclusively for the girls, we have a campus called Queensland that will accommodate 1,000 പെൺകുട്ടികൾക്ക് എല്ലാ സൗകര്യത്തോടു കൂടി താമസിക്കാൻ കഴിയുന്ന ലേഡീസ് ഹോസ്റ്റൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മനോഹരമായ ഡിസൈനോടുകൂടി, ഇക്കോ ഫ്രണ്ട്ലി ഡിസൈനോടുകൂടി ഒരു ഹോസ്റ്റൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പിന്നെ ഉസ്താദ് ആദ്യമായിട്ട് പ്രൊമോട്ട് ചെയ്തത് ആ പീസ്ഫുൾ മെസ്സേജ് ഓഫ് ഇസ്ലാമാണ്. അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ക്യാമ്പസിൽ തന്നെ 194 കുട്ടികൾ അത് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. And in the temporary, we don't have building now, Ideal School of Leadership, Dr. Amir Hassan's concept aya, how to develop the leaders of tomorrow. Ideal School of Leadership, രണ്ടാമത്തെ batch has admission started already. And then PG School of Commerce, MCOM classes started. And we got a very good research facilities supporting this project called Malabar Foundation for Research. അതിൻ്റെ 3ാമത്തെയോ 4ാമത്തെ സെമിനാർ ജൂലൈ 14 നടക്കുന്നു. അവിടെ 2 ഇവിടുത്തെ മെഡിക്കൽ പ്രൊഫഷണൽസും കേരളത്തിലെ മോഡേൺ മെഡിക്കൽ സയൻസിന്റെ പ്രൊഫസേഴ്സും തുർക്കിയിലെ അല്ലെങ്കിൽ ലോകത്തിലെ 2ാം സ്ഥാനം അറിയിക്കുന്ന ഒരു ബിഹേവിയറൽ സയൻസ്, ബ്രെയിൻ സയൻസിന്റെ എക്സ്പേർട്ടുമായിട്ടുള്ള ഒരു കോൺഫറൻസ് 14 മലബാർ ഫൗണ്ടേഷൻ ഫോർ റിസർച്ച് ഹോസ്റ്റ് ചെയ്യുകയാണ് കാലിക്കറ്റിൽ. അവിടെ നിന്ന് എക്സ്പേർട്ടുകൾ വരുന്നു. ഇവിടെ നിന്ന് ഒട്ടനവധി മെഡിക്കൽ പ്രൊഫഷണൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി ദിസ് ഇയർ ഈസ് ദ ഇനോഗ്രേഷൻ ഇയർ. This is the first one. And I have on the podium the 2 experts from Excelsoft. Excel Public School in there. Mr. Prashant with me, Mr. Matthew with me. Mr. Matthew is the principal of the Excel Public School. That's the only of its kind in India. 2 പ്രാവശ്യം കോമ്പറ്റീഷൻ നാഷണൽ സയൻസ് കോൺഗ്രസ്സിൽ ന്യൂയോർക്കിൽ വെച്ച സയൻസ് കോൺഗ്രസ്സിൽ അവരുടെ കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. നേരത്തെ അമീർ ഹസൻ സാർ പറഞ്ഞതുപോലെ മരുഭൂമിയിൽ കൊണ്ടെത്തിയാൽ മരുഭൂമി എന്തെന്നറിയാത്ത എഡ്യൂക്കേഷനല്ല, വെള്ളപ്പൊക്കം എന്താണെന്ന് അറിയാത്ത എഡ്യൂക്കേഷനല്ല, ഭൂമി കുലുക്കത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന കുട്ടിക്ക് ആ സിലബസിൽ NCERTയോ CBSE ഉണ്ടാക്കിയ സിലബസിൽ 1 മണിക്കൂർ പഠിപ്പിക്കാൻ സമയമുണ്ടെങ്കിൽ they know how to do it in 20 minutes. പിന്നെ റിമൈനിങ് 20 minutes എന്തിന് ചെലവഴിക്കുന്നു? They should know, അവരറിയണം എന്താണ് ഭൂമി എടുക്കുന്നത്. ഒരു 3D 4D ഡയമെൻഷൻ HD ഡിസ്പ്ലേ ഉള്ള ഒരു ലാബിലേക്ക് അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയത്തിൽ കയറിയിട്ട് ദർ എക്സ്പീരിയൻസ് ഇൻ ദി എർത്ത് ഭൂമി ഉള്ളിൽ അവർ എക്സ്പീരിയൻസ് ചെയ്യിക്കുന്നു. ഐ സീൻ ഇറ്റ്. ആ എക്സ്പീരിയൻസിന്റെ കുട്ടി ആകെ കൂടി പേടിയാവുന്നു. 2-3 സ്റ്റേറ്റ്മെന്റ് നാളെ ലാസ്റ്റ് അവസാനിക്കുന്നു. എർത്ത് solving the earthquake, managing the earthquake, predicting the earthquake. ഭൂമി കുലുക്കം predict ചെയ്യാൻ സാധ്യമല്ല. ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു, കെട്ടിടങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. Can we solve it? ആ കൊച്ചു കുരുന്നുകളുടെ മനസ്സിലേക്ക് ക്രിയേറ്റീവായ എനിക്ക് ചന്ദ്രൻ മാത്രം വേണമെന്ന് അമ്മയുടെ ഒക്കത്തുനിന്ന് വാശി പിടിച്ച കുട്ടി, അവന്റെ ക്രിയേറ്റിവിറ്റി വളരുകയാണ്, അവന്റെ സഹജീവിയെ സഹായിക്കാനുള്ള ക്രിയേറ്റിവിറ്റി വളരുകയാണ്. വാട്ട് കൻ ഐ ഡു ടു ഹെൽപ്പ് ദ പീപ്പിൾ who are getting destroyed, who are getting died, their properties are decayed, their properties are destructed. ഇവർ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് 2 ചോദ്യം കുട്ടിയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. അത് കഴിഞ്ഞ ആ കുട്ടി പോകുന്നത് അവന്റെ ധ്വരംഗനം തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സ്റ്റേജിലേക്ക് ആ കുട്ടി പോകുന്നത് ഈ ഭൂമികൾക്കുമായി പരിചയമുള്ള
ലോകത്തിലെ എക്സ്പോർട്ടുമായി സംവദിക്കാനാണ്. അത് കഴിഞ്ഞിട്ട് ആ കുട്ടി പോകുന്നത് മേക്കേഴ്സ് ഹബ്ബ് എന്ന് പറഞ്ഞ ഒരു ലാബിലേക്കാണ്. ആ മേക്കേഴ്സ് ഹബ്ബ് എന്ന് പറഞ്ഞ ഇന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രപ്പോസ് ചെയ്യുന്ന മേക്ക് ഇന്ത്യ കോൺസെപ്റ്റിന്റെ ഭാഗമായിട്ടുള്ള മേക്കേഴ്സ് ഹബ്ബ്, ആ കുട്ടിക്ക് അവിടെ പലതും ഉണ്ടാക്കാനുള്ള സാമഗ്രികളും അതിന്റെ വീഡിയോയും നിറഞ്ഞ് ലാബിലേക്ക് കയറ്റുകയാണ്. ആ കുട്ടി പുറത്തേക്ക് വരുന്നത് ഭൂമികുലുക്കമുണ്ടായാൽ ആ ബിൽഡിംഗ് ഡിസ്ട്രക്ട് ചെയ്യാതെ ഭൂമികുലുക്കത്തെ അതിജീവിക്കുന്ന ടെക്നോളജിയുമായി 8ാം ക്ലാസ്സുകാരൻ 9ാം ക്ലാസ്സുകാരൻ പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് എക്സൽ പബ്ലിക് സ്കൂളിൽ കണ്ടത്. അതിന്റെ സാരഥികളാണ് രണ്ടുപേർ. ദേ വിൽ സ്പീക്ക് ബിഫോർ യു വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് എഡ്യൂക്കേഷൻ ദേ ആർ പ്രൊമോട്ട്. അവരാണ് അലിഫ് സ്കൂളുമായി കൈകോർത്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് ദേ മീൻ എ റിയൽ എഡ്യൂക്കേഷൻ, an education that is learning by doing, by not തത്തമ്മ പൂച്ച അല്ല, പറഞ്ഞു കേട്ട് പഠിപ്പിക്കുന്ന, കാണാപ്പാഠം പഠിപ്പിക്കുന്നതല്ല. സയൻസ് പഠിക്കുന്നതിന് മുമ്പ് തിയറി പഠിക്കുന്നു, ഫോട്ടോസിന്തസിസ് പഠിപ്പിക്കുന്നതിന് മുമ്പ് ഫോട്ടോസിന്തസിസ് ഫീൽ ചെയ്യിക്കുന്നു. പിന്നെ അവരോട് ഇതാണ് ഫോട്ടോസിന്തസിസ് ലേബിൾ കൊടുക്കാൻ വളരെ ഈസിയാണ്. ദാറ്റ്സ് എ ബേസിക് ഡിഫറൻസ്. ആൻഡ് ദേ വിൽ ദ റൈറ്റ് പീപ്പിൾ ടു എക്സ്പ്ലെയിൻ അബൌട്ട് ദ എഡ്യൂക്കേഷൻ ആൻഡ് ദേ ആർ ദ പാർട്ട്നേഴ്സ് ഓഫ് അവർ ബേസിക് എഡ്യൂക്കേഷൻ സിസ്റ്റം. And this is getting inaugurated today. And next, on July 13, we are inviting all of you to the best facilities for holistic treatment. Dr. Sharif is there. Blending, 4 മെഡിക്കൽ ശാഖകളെ ബ്ലെൻഡ് ചെയ്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയുഷിന് കീഴിലുള്ള 4 മെഡിക്കൽ ശാഖകളെ ബ്ലെൻഡ് ചെയ്തുള്ള ഒരു ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റ്, അതിന്റെ 4-സ്റ്റാർ ഫെസിലിറ്റിയോടുള്ള സൗകര്യത്തോടു കൂടിയുള്ള അതും 13-ാം തീയതി അടുത്ത ആഴ്ച നേരത്തെ ഞാൻ പറഞ്ഞ റീറ്റെയിൽ സെക്ടർ മുകളായ യൂസഫ് അലി സാബ് ഉദ്ഘാടനം ചെയ്യുകയാണ്. അദ്ദേഹം ഇറങ്ങാനുള്ള ഹെലിപ്പാഡ് തയ്യാറായി കഴിഞ്ഞു. ആ ഹെലിപ്പാഡ് കാണാൻ വേണ്ടി വന്ന ഏവിയേഷൻ എക്സ്പെർട്ട് എന്നോട് പറഞ്ഞത്, യു ആർ ബിൽഡിംഗ് ഓൾ ദീസ് തിങ്സ്, വൈ ഡോണ്ട് യു മേക്ക് എൻ ഹെലിപോർട്ട്? ഐ സെഡ്, ഐ ആം റെഡി സർ, വാട്ട് യു നീഡ്? ഐ നീഡ് ഓൺലി ദിസ് ഹെലിപ്പാഡ് plus a space of another helipad. I can make an heliport to you. So Markaz University will have an heliport where our Prime Minister will come and land here, and the Chief Minister will come and land here, and the Yusuf Ali is going to land next week on 13th of July. Please be proud of Sheikh Abu Bakr Ahmed or Kandabaram A.P. Abu Bakr Musliar. Are you not proud of it? Okay. And the MP of the International Congress soon is going to visit Markaz University, and we had a talk today, and he will also land here. Where in University, in chopper helicopter will land and will take rest in this room made by MD of Landmark Anwar Saab. The 2 suites rooms are there. The aviation expert, ഇത് കണ്ടപ്പോഴാണ് പറഞ്ഞത്, you have facilities here, you have an helipad here, why don't you make heliport? ഒരു വരാ റെസ്റ്റ് എടുക്കാം, അതിന് മുകളിൽ ഇരിക്കുക. അത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സ്ട്രെച്ചർ എന്തെങ്കിലുമൊക്കെ എടുക്കുക പേഷ്യൻസിനെ കൊണ്ടുവരാൻ വേണ്ടി. അതുണ്ടെങ്കിൽ അതായി എന്നുള്ളതാണ്. ഇതിന് മുകളിൽ 2 സ്വീറ്റ് റൂമുണ്ട്. അപ്പം മിസ്റ്റർ രാഹുൽ ഗാന്ധിയോ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ വന്നാൽ ലാൻഡ് ചെയ്യുക, റെസ്റ്റ് എടുക്കുക, ചായ കുടിക്കുക, എന്നിട്ട് കാറിൽ പുറത്ത് പോകാനുള്ള സൗകര്യം കൂടി ഇതിനകത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇൻ നോ ടൈം ഹെലിപ്പാഡ് ഈസ് ടുഡേ, യു ക്യാൻ ഗോ ആൻഡ് സീ ഇറ്റ്, വി ഹാവ് മേഡ് ഇറ്റ്. ആൻഡ് ദെൻ 4-സ്റ്റാർ ഹോട്ടൽ, ഒരു ടീം വരെയാണെന്ന് ഒരിക്കൽ പ്രൈം മിനിസ്റ്റർ കൂടെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിന്റെ കൂടെ. We have facility. MD, Mr. Shaukat, is building a 4-star hotel, getting ready, and inauguration is going to be in October. Day and night work is progressing, and he's personally monitoring that project. That will be 120 rooms with all, even 2 presidential suites. You know, AP Sadhanda guest എന്ന് പറഞ്ഞാൽ സാധാരണക്കാരല്ല, ഗൾഫിൽ നിന്ന് വരുന്നവർ. അപ്പോൾ അവർക്ക് താമസിക്കാൻ പറ്റിയ, അവർക്ക് അവിടെ പരിചയമുള്ള 7-സ്റ്റാർ ഫെസിലിറ്റി ഉള്ള വേണം. അപ്പം കുറച്ച് റൂമുകൾ നമ്മൾ 7-സ്റ്റാർ ഫെസിലിറ്റി ആക്കി. ഞങ്ങൾ ക്ലെയിം ചെയ്യുന്നില്ല, യു ക്യാൻ കം ആൻഡ് സി. അതിന് ഞങ്ങൾ എല്ലാവരും നിങ്ങളെ വിളിക്കും, യു ക്യാൻ കം ആൻഡ് ഫീൽ ഇറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ദിവസം താമസിക്കാനുള്ള സൗകര്യം നമ്മൾ ഒരിക്കലും ചെയ്യും ഫ്രീ ആയിട്ട്. നിങ്ങളെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്തത്. Am I right, Mr. Shaukat? Okay, time is running out. Now the next is 2000 packs. എല്ലാവർക്കും വളരെ എയർ കണ്ടീഷൻ ഫെസിലിറ്റീസിൽ 2000 പേർക്ക് ഇരിക്കാൻ സൗകര്യമുള്ള ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്ററും കൺവെൻഷൻ സെന്ററും ഗെറ്റിംഗ് റെഡി. ദെൻ നമ്മളെല്ലാവരും ആ കറക്റ്റ് മൊമെന്റിലാണല്ലോ അതിൻ്റെ MD ഹബീബ് കയറി വന്നത്. സോ ദാറ്റ്സ് കൾച്ചറൽ സെന്റർ. നമ്മളെല്ലാവരും ആകാംക്ഷയോടുകൂടി കേരളം അങ്ങനെ പല പ്രാവശ്യം ഗോസിപ്പ് ചെയ്ത ആ സാധനവും മാർച്ച് 2020 അതാണ് അതിൻ്റെ ഫൈനൽ ഇനാഗുറേഷൻ. ദിസ് ഈസ് ദ നോളജ് സിറ്റി. ഇനി അങ്ങോട്ട് പോകുന്നില്ല, ഇനി നമുക്ക് പലതും ചെയ്യാനുണ്ട്. ആകെ നമുക്കുള്ള പ്രശ്നം കേരളത്തിൽ ഉദ്യോഗസ്ഥന്മാരും MLA മാരൊക്കെ ഒന്ന് ശ്രമിക്കേണ്ടതാണ്. കേരളം മാറണം. ഒരപേക്ഷ പോയാൽ
ഒരു പ്രവാസി ആത്മഹത്യ ചെയ്ത വക്കിലേക്ക് എത്തിച്ച അവസ്ഥയൊക്കെ ഒന്ന് കേരളം മാറിയാൽ കേരളം റിയൽ സ്വർഗാവും. ഞങ്ങൾക്കറിയാം ആയിരക്കണക്കിന് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്, പക്ഷെ അവർക്ക് ധൈര്യമില്ല. ഞാൻ നേരിട്ട് പോയി കണ്ടതാണ് ആ പ്രോജക്റ്റ്, ആ പ്രവാസി സാജൻ്റെ പ്രോജക്റ്റ്. കാരണം ഞങ്ങളുടെ എക്സിബിഷൻ സെൻറ്ററിന് മുമ്പ് ഒരു കേസ് സ്റ്റഡിക്കായിട്ട് ഞാൻ പോയി കണ്ട് അദ്ദേഹത്തോട് സംസാരിച്ചാണ്. അദ്ദേഹം ആത്മഹത്യ ചെയ്തു പോയപ്പോൾ എനിക്ക് നെറ്റലുണ്ടായി. അധ്വാനം മുഴുവൻ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട്. അതുകൊണ്ട് കേരള ഹാസ് ടു ചേഞ്ച്. നെക്സ്റ്റ് ജനറേഷൻ has to say, my father made all the way, my parents. എൻ്റെ ആദ്യകാലം പിതാക്കന്മാർ കേരളത്തിൽ നല്ല റെഗുലേറ്ററി റൂളിംഗ് ഉണ്ടാക്കി, ഗവർണൻസ് റൂൾ ഉണ്ടാക്കിയതുകൊണ്ട് ആണ് ഇതൊക്കെ ഉണ്ടാക്കിയെന്ന് പറയുന്ന അവസരത്തിൽ കേരളം വളരണം. അല്ലെങ്കിൽ അവർ നമ്മളിങ്ങനെ ശപിച്ചുകൊണ്ടിരിക്കും, ഇല്ലേ? ജോലി ഇല്ലാതെ കേരളത്തിൽ പോകേണ്ടി വരും. അതിനൊക്കെ ഒരു മാറ്റം വരണം. വി നീഡ് ടു ബ്രിങ് ഇൻ ദ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. കൺസ്ട്രക്ഷൻ ഇസ് പ്രോഗ്രസിംഗ്. സെന്റർ ഓഫ് എക്സലൻസ് ഫോർ ദ റോബോട്ടിക് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. കൺസ്ട്രക്ഷൻ ഇസ് പ്രോഗ്രസിംഗ്. ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, സ്കൂൾ ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ്, സ്കൂൾ ഓഫ് പാരാമെഡിക്കൽ, എവറിത്തിങ് വി നീഡ് ടു ഡു. കുറഞ്ഞ കാലം കൊണ്ടൊക്കെ ചെയ്യണം. അതിൻ്റെയൊക്കെ ആദ്യകാല നമ്മുടെ CEO ആയിരുന്ന EV അബ്ദുറഹ്മാൻ സാഹിബാണ്. അദ്ദേഹമാണ് എന്നെ ഈ പ്രോജക്റ്റിലേക്ക് വരണമെന്ന് പ്രേരിപ്പിച്ചത്. EV അബ്ദുറഹ്മാൻ സാഹിബാണ്. ഇന്ന് അതിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, സമയം അധികരിച്ചുകൊണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇത് ലോകത്തിൻ്റെ ഒരു യുണീക്ക് മോഡലായി മാറാൻ പോവുകയാണ്. താങ്ക് യു. അസ്സലാമു അലൈക്കും. Thank you, Dr. Abdul Salam, presenting us the indomitable success story of Markaz, the Kerala model. And we, Alif Global School, proud to be part of this success. I invite Mr. Prashant, the head of strategy at Excelsoft Technologies, to present us the technology-based, activity-based education concept we are going to implement in Alif Global School. Good morning, one and all present here, dignitaries on the dais, August gathering of the dais. I visited this campus, Markaz Knowledge City, about 18 months ago. I vividly remember Dr. Salam explaining to me what's going to happen here. Few buildings, the foundation was just laid out or being laid out. And otherwise, it was a beautiful terrain, nothing much. Like a magician who would imagine what should be coming up there, Dr. Salam used to explain, here is going to be the Unani Center. The Unani was already there, of course. He was explaining, comes the design school, here comes the paramedical training school, here comes the school. He was laying out the grand plan. I was quite amazed, but I was not fully sure about what's going to happen really, because it was all imaginary at that time. And I come today, of course I've visited in between as well, but when I come today, I'm amazed. I'm amazed at the vision of Sir Sheikh Saab, amazing vision. What can happen with that vision is evident today. You see in front of you an amazing concept of a knowledge city, concept of what should be the future, and that's right in front of you, and that's getting inaugurated today. And as Excelsoft and Excel Public School, the least I can say is it's a great honor to be part of this vision, a small part of this vision. It's an amazing feeling for us to be a small part of this grand vision. What I want to present here today is, like what Muhammad was saying, it's the model of education. What Alif Global School is going to be known for, what it stands for. We strongly believe that we are here to prepare future-ready learners, future-ready leaders. That's what we are here. But before I get into this, a little more detail of what we are going to do in this school, just to quickly introduce to you Excelsoft. You have heard this name a few times now. I just want to quickly give you an idea of what Excelsoft is about. We are headquartered in Mysore, but we have offices all around the globe. We have development centers in Noida, near Delhi, and in Hyderabad, apart from a fairly large development center in Mysore.
And then we have officers, sales and pre-sales officers across the globe. Our presence is in about 24 countries today. We are present in about 24 countries across the globe, including all continents pretty much. We have covered all the continents pretty much. So what do? We are an education technology company. We provide solutions to various sectors, including kindergarten to 12, higher education, vocational education, and corporate learning and development. That is what we do for our regular day-to-day activity as a company. We have teams which design and develop software platforms primarily, but then we also have a very strong educational domain expertise and experience, which makes the entire solution educationally very, very sound, pedagogically very sound. That comes by a team of learning designers and instructional designers who join hands with the software and other technology guys. We are about 800 people so far in all the locations put together. We have about 200 customers across the globe. We work with publishers, some of the best known publishers in the globe. You might have heard of the names of Pearson Education, McGraw-Hill, Macmillan, Cengage Learning. These are all very, very known book and other digital learning material publishers, global. And we work with 6 of the top 10 global publishers, from number 1, number 2, number 4, number 6, like that. We work with about 6 of the top 10 global publishers. So through working with the global publishers, we have reached out to a very large number of schools. We work with about 25,000 plus schools globally. That's our reach. Number of students who are studying in these schools reach over 26 million. That's about 2.6 crores of students are benefiting from our solutions globally. So why I'm telling all this is just to give you an idea of the scale that we are operating in. Across the globe, we have a very good understanding of various kinds of education systems, the models. Today we talk about the Finland model. Everybody talks about the Finland model of education, the best in the world, right? We have our solutions in Finland, in Sweden, in Denmark, in Germany, in UK, in Singapore, in Malaysia, in Australia, in US. We have seen all these systems. What was our intention was, after having seen all of this, we wanted to pick the best in all these education systems and try to align it with our education system and give a very good education model to the students who are from India. So we wanted to come out with a nice solution that we can provide to schools in India. So we came out with a set of solutions, products, and an education delivery model. So we wanted to actually implement it before we actually take it to any others. So we established our own school. We called it Excel Public School. Excel Public School is in Mysore. It's a fairly large school. It's about 2 lakh square feet kind of a facility in Mysore. One of the most sought after schools. It's a CBSE curriculum, delivering education from kindergarten to grade 12. And like what Dr. Salam was mentioning, doing some good work. Our students coming out of our school or while in the school are doing exceedingly well. What are they doing? They are proving themselves as creative bunch of students. They are proving themselves as problem solvers. They are proving themselves as thinkers. They can think ahead. They can design solutions. They can come out with solutions to everyday problems. So all these they are proving, and they are actually proving on different fora. One of the examples what Dr. Salam gave was this. Yes, there are a bunch of students, 2 of them. Every year there are a few people who go to the New York Academy of Sciences. There is something called as a junior academy. They visit New York. They present their solution in front of business leaders. In fact, last year when they did it, Miss Indra Nui, the CEO of Pepsi, was in the audience. They presented to her. And then they won the opportunity of lunching with her, having a lunch with Dr. Indra Nui. That was an amazing thing. Right? Why I'm giving that example is that children can do anything today. Today's children are capable of doing a whole lot of things. Only thing is we'll have to create a system, a facility where they're encouraged to do it. That's exactly what we are trying to do in Excel Public School. Right? Moving on, what Alif Global School, supported by ExcelSoft and Excel Public School, would stand for
is to empower the teacher to deliver a transformative learning pedagogy. Why a transformative learning pedagogy? Is because children are raw. When they come in, they are raw bunch of kids. We want to transform them through our pedagogy into future leaders, right? So what are the key considerations when we talk about our pedagogy? Today, teaching can happen in multiple ways. For all of us who are, let's say, 30 plus age, we have all gone through a pedagogy which is typically called as the transmission-based pedagogy. There's a teacher, there are a bunch of students. Teacher talks, students listen. Students are not allowed to speak. Only when a question is asked, they are allowed to speak, right? This is transmission, like a radio transmission, like a TV transmission, the teacher transmits. There is another pedagogy which came a little later, which is called the generative pedagogy. What is generative pedagogy? We try and involve the children in their learning. We maybe create small groups, allow them to discuss amongst themselves and try to generate their own learning, a little bit of it at least. So for a long time, it was a combination of transmission-based pedagogy and generative pedagogy, we have all seen. But today, I think the need of the hour is what is known as the transformative pedagogy. So what is transformative pedagogy? It's basically create an environment where the children learn on their own. What is that environment to be created? You create situations or learning experiences where children are taken through a set of activities or situations where they have to learn the necessary skills and the knowledge and they develop the right kind of an attitude to be the future leaders. Right? I'll give you an example. There is statistics. The learned audience, I'm sure you would understand what I'm trying to say. Statistics can be taught in different ways. Right? One way is that the transmission-based pedagogy where the teacher says, this is how it is, this is histogram, this is bar chart, this is pie chart, and all of that. Generative pedagogy could be that, you give them with some data and ask them to draw the charts themselves. Transformative, it goes one step further. It says, children, you go out, look for the different kinds of flowers in the garden here. Make a list of all the different flowers with different number of petals. Some flowers have 3 petals, some have 4 petals, some have 5 petals. Make a list of all of that, gather your own data, come back and present it the way you want to. When they try and do something like that, they come out with something similar to a pie chart, something similar to a bar graph. And that is how they learn on their own. That is the environment that you create. So what I'm trying to say is, we need to create such set of learning experiences for them, which we have done in our school. Apart from the curriculum alone, curriculum, yes, goes thus far. But then there are a whole lot of things that they have to learn in addition to the curriculum, what the syllabus talks about. Today, the children who are studying in Alif Global School would be about what? About an average of about 8 years. So when they get into the career, let's say in about 15 years, right? In another set of education that they have to go through from now on, another 15 years, that means when they are into 23, 15 years from now is almost 2035. What kind of careers are going to be prevalent in 2035? Are they going to be the same as what it is today? Definitely not. We all agree that. Dr. Amir Hassan very clearly mentioned about what's going to be the future. It's not going to be what it is like today. Artificial intelligence would be very, very prevalent. Robotics would be very prevalent. We would be walking alongside robots. Definitely, that's a reality, right? So what kind of an education should we provide to those children who are going to be walking alongside robots today is what we are trying to do. Right? What is that difference? The key difference is in providing them skills, particularly 2 things. One, learning to learn. Learning to learn becomes very important. Information is available today. We do not have to look for information in books or go to people to know for information. Information is available. Google is there. Search on the internet, any kind of information is available. But with that information, how do you learn what you want? That is the skill of learning to learn. That is being taught. One example that I gave about data handling was along those lines. Right? You learn to learn from the information available, from the resources available, including people. Right? So, apart from the other skills, learning to learn is an important skill. And also, the kind of future that we are seeing, it's already happening today. Nothing is, you cannot
bracket anything or bucket anything into a single subject. You cannot say, I'll experience science only for the next 1 hour. I'll experience maths only for the next 1 hour. You can't say that, right? Everything in life is interdisciplinary and connected. There is math, there is science, there is sociology, there is learning, everything, languages, everything blended into together. It is not buckets like what we have been learning all this while. So while the topics or concepts could still be in individual subjects, the experiences the children will have to go through should be interconnected or interdisciplinary or multidisciplinary. That is another thing that we very heavily focus on. Interdisciplinary, multidisciplinary learning. I talked about robotics, right? Robotics in 2035. What should the child be learning? Is it about computer science? Yes, of course. Is it about mechanical engineering? Yes, of course. Is it sociology? Yes, of course, because psychology? Yes. Languages? Yes. Everything is required, right? It is not that I specialize in only one thing. Yes, you may need to specialize in one thing, but you should be able to do two things. One, learn the other required concepts very quickly. And the other important thing is, very, very important thing is, ability to work in teams. You may not have that expertise, but the person next to you has that expertise. How do you work with him in a team very, very effectively? So teamwork, collaboration becomes a very, very important essential skill. Likewise, there are a whole lot of skills. We typically call them as 21st century skills, which are prevalent. What is a 21st century skill? There are different frameworks. I will not get into the details, paucity of time. You can look up the internet for 21st century skills. You will get a whole lot of information about it. Very interesting. There is a P21 framework. There is a 21st century skills framework from the University of Melbourne. Very good. What is the kind of skill an individual student or an individual will have to possess to be efficient and effective in the future? Right? So what we have tried to do in our school, I'll just show you some pictures, and I think that would be interesting to see. This is an example of a simple model of watershed techniques, right? How to manage water. So there is a model of what you see on the screen where it is plain in the first instance, and the children are provided an opportunity where they will have to create watershed techniques like a check dam, like a percolation pond, like a afforestation, plant trees. By doing that, what happens is you contain water in that land, right? Instead of talking about watershed techniques and showing pictures alone, you could get them to do an activity like this and also bring in a kind of a competitive environment into the classroom where 4 such models are available and they work in teams to create a better model than the other. And then we have models like, Sir spoke about the smart cities, right? So what is smart in a smart city? Children have various concepts, from intelligent transport systems to intelligent lighting systems to a whole lot of such things that children can think of, energy, clean energy, all of that, right? So they come out with those concepts and then they represent that in a model that they create themselves. So as you would have imagined by now, they would also get, in addition to the conceptual understanding, they also get the skill of making something hands-on, and very essential skill, right? So we promote that as well in teams. While they work collaboratively, they make things like this, right? And then I'll skip some of these. Real life problems. There was an armory of Tipu Sultan in Srirangapatnam near Mysore, which was being relocated because there was a railway line going there, right? That relocating was an engineering marvel. A 10,000 tons structure being moved from one location to the other 100 meters away was an engineering marvel. So what we did was we created that problem situation for children to work on themselves. So we simulated a lighthouse has to be moved 100 meters away, and how do you do it? They constructed the lighthouse themselves and then used the exact same techniques was what was used by the German team to move Tipu Sultan's armory. They used the exact same techniques, using the rails and moving it inch by inch, right? So they did it and get an experience of how problems are solved. Real life major engineering problems are solved. Similarly, we have what is called as an innovation center, which we'll be establishing here as well, where children come out with their own ideas and implement those ideas. For example, small things could be,
The other day there was a student from our school whose father, while he was reversing the car, hit the pillar in the basement of his apartment. Right? His idea was his car did not have the reverse parking, that gadget, proximity sensing device. Right? He said, why not put it on the pillar? A simple idea, It's a simple idea of instead of car having a proximity sensing device and making a sound when there is an object nearby, why don't you put it to the pillar? And it makes sound when an object is coming nearby. So that way, all cars need not have proximity sensors, but the pillars can have. Any number of cars coming, it can say, you are coming nearby, watch out. Right? And then we allowed him to further develop his idea. He actually came up with a device. He came up with the idea of crowdfunding for it. So he put out a website and said, I have to spend 8,000 rupees to develop this device. If you can commit to me that you will buy it once I develop this, I can give you at 50% cost, but you will have to commit and pay me 50% now. This kind of crowdfunding ideas, very interesting. Why I'm telling all this? This was done by an 8th grade student. Why an 8th grade student is doing all this? Why are we promoting him to do all this? Is so that when they get to real life, they know how to face challenges, they learn these primary skills of entrepreneurship and things like that. Right? So as you can see, this is a wind tunnel model where they measure the various parameters of an aerofoil and all that. And Sir said, computers are used not as computers alone, but they are used in the curriculum. This is, I think, a very good example of using computers. Computer has different apps, right? This is an app called Map Creator. There are maps. There's map, world map or country maps or whatever. So what we have done is, in the curriculum, there is about nutrition. So in the nutrition, there is also something called as, what we do is, we just mention a dish, let's say chicken kebab, let's say hypothetically. Right? Various things come into that. Various ingredients are used in chicken kebab. There is chili, there is turmeric, there is whatnot. Right? So children will have to do a study of where all these came from. Something came from the Middle East, something came from Australia, something came from Jamaica, something came from Europe. They map it, as you can see it on the screen. They are trying to map it on Map Creator. They are learning the mapping skills while they are trying to study science, and they are, developing their IT skills as well. Small examples like this, but literally thousands of such examples is what happen in our school on a day-to-day basis. They use computers for computational problem solving. Yes, they use they use Scratch. They use Google SketchUp to maps, to all such tools as well. Robotics, of course, we have a full-fledged robotics lab. And we also involve the community once in a while, where, for example, there was recently there was when there was an eclipse, there were about 650 people from around the school coming in and watching the lunar eclipse on our telescopes. We created a nice environment, an evening where there was a workshop where children could come together. There was community viewing as well. And it was an interesting thing. Apart from that, we involve, as Excel Public School, we involve the local schools. It could be a government school or an underprivileged school, pretty much, and I'm sure Mr. Matthew will speak a little more about that. So with this kind of a briefing, I would like to leave the floor to my colleague, Mr. Matthew, who is the principal of Excel Public School. I have been the correspondent of this school, and my job is in Excel Soft. My primary role is in Excel Soft. I might have only be a little conceptual, but Mr. Matthew is on the ground implementing all this. What he says would be right from the heart. He has been there, done that. Mr. Matthew, I leave the floor to you, please. Thank you very much. Thank you, Prashant. Good morning, and dignitaries on the dais, and ladies and gentlemen. I don't want to take much time. Mr. Prashant has said most of the things that we're doing there. Just a couple of thoughts. When we talk about what we do at Excel Public School in Mysore, I'm reminded of what John Dewey said. If we teach today's children the way we taught yesterday's, we are spoiling their tomorrow. And that's exactly, I think, what all of us have been talking about. We are talking about a 21st century model of education. The world over, we have already started speaking about Industrial Revolution 4,
we live in the world 4.0. And the world 4.0 requires an education 4.0, a pedagogy 4.0, an education leadership 4.0. So for the past 10 years at Mysore, Excel Soft and Excel Public School, we have been trying to create a new model of education that would meet the challenges of the 21st century. There's a big gap between educational institutions and industry. The intersection between schools and industry is already broken. Recently, there was a survey conducted among 150,000 engineering graduates. And this survey came up with a very shocking revelation that out of the 150,000 engineers who were surveyed, only 4% of them were actually employable. Only 4% of them were employable. Another study that was conducted among the IT engineers who are already employed in the IT companies, they said that 40% of the IT engineers would become unemployed if they do not upskill themselves in the next 4 years. If they do not improve their skill set and competence in the next 4 years, 40% of them are going to lose their job. India produces about 13 lakhs engineers every year. 70% of them do not possess the skills and competencies required for today's industry. We are actually now talking about disruptive technology. We are talking about a new set of technology that's going to govern and run the 21st century. We are talking about artificial intelligence. We are talking about computational thinking. We are talking about machine learning. We are talking about virtual reality. We are talking about augmented reality. We are talking about 5G. A lot of things are changing. So how do we transform our schools into places where learning happens and meaningful learning happens? So what we actually do at Excel Public School is to promote that kind of a learning where children are not just recipients of information. That's what's been happening. Our classrooms are places where we actually transmit information. From recipients of information, can we make our children the creators of knowledge? We actually, what happens in education is we have information. Information should get processed into knowledge, and knowledge should ultimately become wisdom. And when all these three things happen, then we say that a person has become educated. That unfortunately doesn't happen these days. So we are actually looking at redefining education. As I said, redefining education that it meets demands of the time. We make children real learners. Classroom is not just the only place where learning can happen. In fact, if you talk to today's children, classroom is the place that they dislike to sit. Classroom is the place where learning doesn't happen actually. The whole world is a school. So how do we transform that learning and how do we make them lifelong learners? By instilling in the learners a sense of direction and instilling them a sense of love and passion towards learning. And how do teachers facilitate that learning to happen in the classroom as well as outside the classroom? So one important aspect of the learning method that we use in Excel Public School is it's a blended learning. Technology, whether you like it or not, 21st century is the era of technology. So we use technology as an effective enabler. We are not going to replace teachers with a smart board in the classroom. I always believe that there is nothing called a smart board, nothing called a smart room. There can only be a smart teacher who is capable of using technologies of today to make classrooms an effective place for learning. So we have a technology-enabled learning environment, which we are also sure that the Alif Global School will definitely be equipped with. We have the most updated, the most recent technologies that can actually help children to learn meaningfully and effectively. And learning is not just restricted to the textbooks or the classroom. Most of things Mr. Prashant has already explained. We promote a lot of experiential learning. That's the method of learning. It's a model of learning, hands-on learning. Children get involved in a lot of hands-on activities, both inside the classroom, outside the classroom. They go beyond the campus, interact with industry, and some of our children have gone places, already been mentioned here. So there's a lot of such learning happening, and most of this learning is a result of a self-motivated, self-directed learning. It's not something that's been forced upon them. Interestingly, even recently, just a couple of days back, a lot of reports appeared in the international newspapers about, Mr. Prashant was talking about the Finland model of education. Of course, Finland is no more the best education system. The 2018 PISA has already changed the table, and now Singapore has the best system of education.
And then South Korea is just close to Singapore. Hong Kong is coming up with one of the best model of education. But Japan is there again. But this report says, in all these three countries, they were making a mention about Singapore, South Korea, and Japan. Children are undergoing tremendous stress. In fact, the biggest problem that Japan is facing right now is the suicide rate among the teenagers is on the increase. And they say it's because of the amount of pressure that children undergo in schools as well as at home because of education. So another important thing that we always wanted to focus is how do we make sure that learning happens in a stress-free environment. So a lot of focus is given on promoting a model of education that we call it as a humane schooling. We believe that a child is basically a dignified human being. A child is not a learner. A child is an individual. A child is a dignified human being. And learning happens when the child is valued, when the child is accepted, when the child is respected, and when the child is loved unconditionally. And we want to make sure the classroom is a place where the value for a child is never underestimated. So humane schooling is something that we promote. When the children learn in a stress-free environment, they have the confidence, they have the drive to come up with their own questions. They put their assumptions to test. They don't have a problem asking doubts to the teachers. So we promote a lot of thinking in the classroom. So humane schooling is something that we always focus on. We also want to ensure there is a holistic development. It's not just about enriching the cognitive faculties of a child. When you talk about education, there is an intellectual development, then there is a physical development, there's a social development, there's an emotional development. See, all the activities that happen inside the classroom as well as outside the classroom are aimed at improving all these four faculties and ensuring that there is a holistic education and there is a holistic development of a child. This is something that we will definitely be able to prove through our association with Alif Global School in the days to come. One thing, as an educator, I've been in the field of education for close to 30 years, and something that I can promise to the community of this area, especially those of you who are interested in Alif Global School, those of you who are already parents of this futuristic education institution, your children are definitely going to experience a new kind of learning. Your children are going to be true learners, and they are going to be lifelong learners searching for newer avenues of experience, exploration, and investigation. And Mr. Prashant, representing Excel Soft and Excel Public School, will definitely be able to do, along with Alif Global School, create a new paradigm in the field of education, and that's surely going to happen. I wish all the best to the Alif Global School and promoters of the school, and also all the best to the Markaz Knowledge City and its promoters. Thank you very much. Thank you, Mr. Matthew KG, and thank you, Mr. Prashant, for that wonderful presentation. Now we are moving on to the further proceedings of this morning. We acknowledge the presence, the graceful presence and the blessing of dignitaries representing or hailing from different walks of life. We have leaders and representatives from politics and religious, social, cultural, business area. So we welcome every one of you. Now, I acknowledge the presence of honorable members of Legislative Assembly who are present with us today, and would like to request Mr. George M. Thomas. He is the honorable member of Legislative Assembly. He has just stepped out, and we had Mr. P.T. Rahim, who has also just stepped out, who will be joining back with the Chief Minister, we hope, and Mr. Karat Razak, he is another MLA, and who is also joining the CM. And I request Swami Tacholat Gopalan, just for his short felicitations, sir. Please make your way to that. Thank you. എല്ലാ നല്ലവരായ സഹോദരന്മാർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന മഹാത്മാക്കളെയും എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാ മഹാത്മാക്കളെയും പ്രണമിക്കുന്നു. സുന്നി മർക്കസ് കാരന്തൂർ, അതിനടുത്ത് ഒരു ഹൗസിംഗ് സൊസൈറ്റിയിൽ വർക്ക് ചെയ്തിരുന്നു കുറേ മുമ്പ്. ആ കാലഘട്ടത്തിൽ മർക്കസായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. ഞാൻ ഓർക്കുകയാണ്, ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ അതേ ഓർത്തത്. നോമ്പ് സീസണിലൊക്കെ കാരക്ക കൊണ്ടുതരും, നല്ല കാരക്ക. മാർക്കറ്റിംഗ് വാങ്ങാൻ നമുക്ക് ഭയമാണ്.
അത് ഞാൻ തിന്നു. സർവീസിൽ നിന്ന് പോകുന്നതിന് ശേഷം പിന്നെ കിട്ടിയിട്ടുമില്ല. ഞാൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങി തിന്നാറുമില്ല. കുറേ വർഷങ്ങളായിട്ട് ആത്മീയ രംഗത്ത് പ്രവർത്തിക്കുന്നു. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കണമെന്ന സന്ദേശമാണ് ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഞാൻ എല്ലാവർക്കും നൽകിക്കൊണ്ടിരിക്കുന്നത്. മർക്കസിലെ +1 വിദ്യാർത്ഥികളുടെ ക്യാമ്പിൽ 2 കൊല്ലം മുമ്പ് ഒരു ക്യാമ്പിൽ ഞാൻ സന്ദർശിച്ചിരുന്നു. അവരോടും ഈ വിഷയങ്ങൾ, യജ്ഞ സംസ്കാരം, ധർമ്മ സംരക്ഷണം, പ്രകൃതിയും നമ്മളും രണ്ടല്ല, ഒന്നു തന്നെ, പ്രകൃതിയോട് ഇണങ്ങിയാണ് ജീവിക്കേണ്ടത്, മത്സരിച്ചല്ല, ഈ സന്ദേശം കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ഓർക്കുകയാണ്, ദക്ഷിണാഫ്രിക്കയിൽ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മജി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അഡോൾഫ് ജസ്റ്റിൻ്റെ റിട്ടേൺ ടു നേച്ചർ, പ്രകൃതിയിലേക്ക് മടങ്ങുക എന്ന ഗ്രന്ഥം വായിക്കാനിടയായി. അന്ന് മുതൽ അദ്ദേഹം തീരുമാനിച്ചു, ഇനി എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് പ്രകൃതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രകൃതി ജീവനം തന്നെയായിരിക്കും. തിരിച്ച് ഇന്ത്യയിലെത്തി സബർമതി ആശ്രമം സ്ഥാപിച്ചു. ലളിതമായ ജീവിതം, മണ്ണ് ചികിത്സ, ജലചികിത്സ, ഇതൊക്കെ ഏറ്റെടുത്തു. സ്വയം അനുഭവിച്ച് അതിൻ്റെ റിസൾട്ട് ഓരോ മാസത്തിലും ഹരിജൻ മാസികയിൽ എഴുതിക്കൊണ്ടിരുന്നു. തന്നോടൊപ്പം ഉള്ള അന്തേവാസികൾക്കും കുടുംബാംഗങ്ങൾക്കൊക്കെ തന്നെ അത് പരിചയപ്പെടുത്തി. ഞാൻ ഓർക്കുന്നു, എൻ്റെ ജീവിതവും കുറേ വർഷങ്ങളായിട്ട് അതാണ്. ഉണ്ടാക്കി തിന്നുക, ഉണ്ടാക്കി കൊടുക്കുക എന്ന സംസ്കാരമാണ് ഞാൻ നിലനിർത്തുന്നത്. എനിക്ക് വേണ്ട 90% സാധനങ്ങളും ഞാൻ തന്നെ ഉണ്ടാക്കും. പച്ചക്കറികളും അങ്ങനത്തെ ഒരുവിധം കിഴങ്ങ് വർഗ്ഗങ്ങളും ധാരാളം ഉണ്ടാക്കും. അധികമുള്ളത് ഞാൻ പുറത്തു കൊടുക്കും. അതോടൊപ്പം തന്നെ എൻ്റെ അടുത്ത് വരുന്ന എല്ലാവർക്കും ഇതിൻ്റെ അറിവ് പകർന്നു കൊടുക്കും, വിത്തുകൾ നൽകും. അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുക. നാട്ടിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന, വംശനാശം നേരിടുന്ന വെച്ചൂർ പശു 4 എണ്ണം എൻ്റെ വീട്ടിലുണ്ട്. അതുപോലെ വാദംകൊല്ലി, നുച്ചി, കരുന്നുച്ചി, വയമ്പ്, ബ്രഹ്മി, ആടലോടങ്ങ് തുടങ്ങിയിട്ട് ഏകദേശം 175ഓളം ഇനങ്ങൾ ഞാൻ സംരക്ഷിക്കുന്നുണ്ട്. ഞാനൊരു വീടുണ്ടാക്കിയിട്ടുണ്ട്. അന്ന് മുക്കം പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്നു. 1995 ജനുവരി 1 താമസമാക്കിയത്. ആ വീട് നിർമ്മിച്ചത് അച്ഛൻ തന്ന 10 സെന്റ് വയലിലാണ്. 4 സെന്റിൽ ഒരു കുളം കുഴിച്ചു. അതിൽ 15 കാല് കൊടുത്ത് അതിൻ്റെ മുകളിൽ സ്ലാബ് കൊടുത്ത് അതിൻ്റെ മുകളിലാണ് വീടുണ്ടാക്കിയത്. ആ വീടിന് ഉപയോഗിച്ചത് മുഴുവൻ മണ്ണിൻ്റെ ഇഷ്ടിക, ഹോളോ ബ്രിക്സാണ് ഉപയോഗിച്ചത്, മണ്ണിൻ്റെ. അവിടെ നിറച്ച് കായലും അത്തിയും അമ്പഴവും തുടങ്ങിയിട്ടുള്ള പ്ലാവും മാവും തുടങ്ങിയിട്ടുള്ള വൃക്ഷങ്ങൾ നട്ടു വളർത്തി. ഇപ്പോൾ ഒരു പച്ചത്തുരുത്താണ്. എല്ലാ വർഷവും ഡിസംബർ ജനുവരി മാസങ്ങളിൽ നടക്കുന്ന NSS ക്യാമ്പുകൾ 1, 2, 3 ക്യാമ്പൊക്കെ വീട്ടിലെത്തും. കാരണം അത്രയും ഫെസിലിറ്റി കൊടുക്കുകയുള്ളൂ. അധികം ചോദിച്ചാൽ സമ്മതിക്കില്ല. കാരണം നമുക്ക് വല്ലാതെ എൻഗേജ്ഡ്, വേറെ എങ്ങും പോകാൻ പറ്റില്ല. ഇത് അനുഭവിക്കുകയും ആ അനുഭവിക്കുന്ന അതിൻ്റെ ഫലങ്ങൾ, റിസൾട്ട് സമൂഹത്തെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുക. ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇവിടുത്തെ സ്പീച്ച് മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുക. ആ കേൾക്കുന്നത് എനിക്ക് മനസ്സിലായത് അന്താരാഷ്ട്ര രംഗത്തുള്ള മത്സരങ്ങൾ. നമ്മൾ കേരളത്തിലെ കുട്ടികളും അതിന് ആ മത്സരത്തിൽ പങ്കെടുക്കണം, അവരെ പങ്കാളികളാക്കണം, ആ മത്സരത്തിൽ ജയിക്കണം. അതിനുള്ള ഒരു കാഴ്ചപ്പാടാണ്, ഞാൻ നിഷേധിക്കുന്നില്ല. അതോടൊപ്പം നമ്മളെ കുട്ടികളെ അമ്മയെ മറക്കാൻ സമ്മതിക്കരുത്. അമ്മയെ ഓർമ്മിക്കണം. ഈ ഭൂമിയാണ് നമ്മുടെ മാതാവ്. ഞാൻ ഓർമ്മിക്കുന്നു ഭഗവത്ഗീതയിലെ ശ്ലോകം, ദീർഘിപ്പിക്കുന്നില്ല കാരണം ഒരു 5 മിനിറ്റേ സമയമുള്ളൂ. അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാത് അന്നസംഭവ യജ്ഞാത് ഭവതി പർജന്യ യജ്ഞ കർമ്മ സമുത്ഭവ കർമ്മ ബ്രഹ്മോത്ഭവം വിദ്ധി ബ്രഹ്മാക്ഷര സമുത്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. എന്താ? അന്നത്തിൽ നിന്നാണ് നമ്മൾ ഉണ്ടാകുന്നത്. അച്ഛനും അമ്മയും ഭക്ഷണം കഴിച്ചില്ല നമ്മളുണ്ടാവോ? നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത്. നമ്മൾക്ക് പ്രജകൾ എന്ന് പറയും, രാജാവിൻ്റെ പ്രജകൾ. അങ്ങനെ ഈ സൈക്ലിംഗ് അങ്ങനെ കുറേ കാലം നമ്മൾ ജീവിക്കുന്നു, പലതും ചെയ്യുന്നു. അവസാനം നമ്മൾ എവിടേക്ക് എത്തുന്നത്? നമുക്ക് കർമ്മത്തിൽ നിന്ന ഫലമാണ് യജ്ഞമായിട്ട് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞത്. യാഗമൊക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മൾ ഉണ്ടാക്കുന്നത് കർമ്മഫലം ആയിരിക്കണം. അങ്ങനെ യജ്ഞം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന നമ്മൾ അവസാനം എവിടെത്തും? നമ്മൾ എവിടെ നിന്നാണോ വന്നിരിക്കുന്നത് അവിടെ എത്തും. ചില കണികകൾ അരുവികളായി, പുഴകളായി, അവസാനം അമ്മയാകുന്ന നദിയിലെത്തുന്നത് പോലെ നമ്മളും അങ്ങനെ തന്നെയാണ്. ഈ തിരിച്ചറിവ് വളരെയേറെ ഞാൻ പറയാറുണ്ട് എപ്പോഴും. ഒരു രാഷ്ട്രത്തിന് ശക്തി അർത്ഥം, ശസ്ത്രം, ശാസ്ത്രം, ഈ 3. സമ്പത്ത്, ആയുധങ്ങൾ, അറിവ്.
ഒരു മനുഷ്യന്റെ ശക്തിയെ നമ്മൾ സമഗ്ര വികസനത്തിന് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ബുദ്ധിവികാസവും ശരീരവികാസവും മാത്രമല്ല, അതോടൊപ്പം തന്നെ അവൻ്റെ മനസ്സിനെയും അവനിലെ ആത്മീയതയെയും വളർത്താൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ മാത്രമേ സമഗ്ര വികസനമാവുള്ളൂ. എന്തൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല, ആത്മീയത അല്ലെങ്കിൽ പോയി. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം അതാണ് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ഈശ്വര വിശ്വാസികളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മുടെ വിശ്വാസം, നമ്മളിലുള്ള അന്തർലീനമായി നിൽക്കുന്ന ചൈതന്യത്തെ നമുക്ക് വ്യക്തമായ ബോധ്യം വേണം ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും. അപ്പോൾ ഏറ്റവും നല്ല പ്രവൃത്തി നേടിയെടുക്കാനുള്ള ഏറ്റവും വലിയ വിദ്യയാണ് ആത്മീയത ഉണർത്തുക എന്നത്. ഈ സന്ദേശം മാത്രമാണ് ഞാൻ ഈ സന്ദർഭം നൽകുന്നത്. ഈ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അന്താരാഷ്ട്ര രംഗത്ത് ഭൂമിയിലുള്ള പല രാജ്യങ്ങളിൽ നിന്നും ഒരു കാലഘട്ടത്തിൽ അറിവിനായി ഈ ഭാരതത്തിൽ, ഇന്ത്യയിൽ എത്തിയിരുന്നു. നളന്ദ തക്ഷശില സർവകലാശാലകൾ, യൂണിവേഴ്സിറ്റികൾ നഷ്ടപ്പെട്ടു പോയി, ശരിയാണ്. ആ തലത്തിലേക്ക് നിങ്ങൾ ഇവിടെ മർക്കസ് ഉയരുന്നു എന്നതിൽ അഭിമാനമുണ്ട്. ഈ രാജ്യത്തിന് നഷ്ടപ്പെട്ടു പോയത് വീണ്ടെടുക്കാനുള്ള ഒരു വലിയൊരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതിൽ ചാരിതാർത്ഥ്യമുണ്ട്. ഇതിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഒരു പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുക. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും വിടാം. താങ്ക് യു. തച്ചോലത്ത് സ്വാമികളുടെ ഹൃദയസ്പർശിയായ കൊച്ചുവാക്കുകൾ. ചെടിയും പുൽമേടുകളും മലയും താണ്ടി ആകാശവും പുഴകളുമെല്ലാം തൊട്ട് സ്പർശിച്ചുകൊണ്ട് നെഞ്ചോട് ചേർത്തുകൊണ്ട് പ്രകൃതിയെക്കുറിച്ചും ഒടുവിൽ ആത്മീയതയിൽ അവസാനിപ്പിച്ച വാക്കുകൾക്ക് മനസ്സ് നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഫാദർ ബെന്നി മുണ്ടാനത്ത് is present with us. We request Father to make a short felicitation to this auspicious gathering, please. വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ടവരെ, ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ആനന്ദത്തിലും സംതൃപ്തിയിലും ഒരുമിച്ച് കൂടിയിരിക്കുന്നവരാണ് ഇവിടെയുള്ള നമ്മളെല്ലാവരും. ഒരു ബൈബിൾ വചനം ഓർമ്മ വരികയാണ്: ചിന്തയാണ് എല്ലാ പ്രവൃത്തികളുടെയും ആരംഭം. ചിന്ത ഹൃദയത്തിൽ വേരുവാകിയിരിക്കുന്നു. ഒരു ചിന്തയുടെയും ആഗ്രഹത്തിൻ്റെയും പൂർത്തീകരണമാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്ന ഈ അലിഫ് ഗ്ലോബൽ സ്കൂൾ. ഇതിന് നേതൃത്വം നൽകുന്നവരെയും പിന്നണിയിൽ പ്രവർത്തിക്കുന്നവരെയും അഭിനന്ദിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. താമരശ്ശേരി രൂപതയുടെ അധ്യക്ഷനായ അഭിവന്യ മാർ റെമീജിയോസ് ഇഞ്ചനാനിയിൽ തിരുമേനിയുടെയും ആശംസകളും അഭിനന്ദനങ്ങളും നിങ്ങൾക്ക് ഈ അവസരത്തിൽ ഞാൻ നേരുകയാണ്. ഈ വിദ്യാഭ്യാസ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ മനസ്സിലേക്ക് കടന്നു വരുന്നത് മലയാളത്തിൻ്റെ പ്രശസ്ത കവിയായിരുന്ന ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും എന്നുള്ള കവിതയാണ്. തൻ്റെ കൊച്ചുമകനെയും കൊണ്ട് ആദ്യമായി സ്കൂളിലേക്ക് പോകാൻ തുടങ്ങുന്ന മുത്തച്ഛൻ ആ കൊച്ചു കുഞ്ഞിനോട് പറയുന്ന ഇപ്രകാരമാണ്: നിന്നെയും കാത്ത് പതിവ് പോലെ വന്നിരിപ്പുണ്ട് ഇളങ്കിളികൾ, പ്രേഷ്ഠർ അവരോട് യാത്ര ചൊല്ലൂ, പേച്ചറിയുന്നവർ നിങ്ങൾ തമ്മിൽ. നിന്നെയും കാത്തിരിക്കുന്ന ആ കിളികളോട് നീ യാത്ര പറയുക. അവരുടെ ഭാഷ നിനക്കും നിന്റെ ഭാഷ അവർക്കും മനസ്സിലാകും. എന്നാൽ അവസാനം കവി പറഞ്ഞു വയ്ക്കുകയാണ്: 50 കൊല്ലം മുമ്പ് ആര് തമ്മിൽ കമ്പം പിടിക്കും കളിമ്പമാർന്നു, പുസ്തകജ്ഞാനം അവരെ മർത്യപുത്രനും തിര്യക്കുമാക്കി മാറ്റി. തിര്യക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്തു എന്നാണ് അർത്ഥം. അതായത് നിന്റെ വിദ്യാഭ്യാസം കൊണ്ട് നിനക്ക് സംഭവിച്ചത് നീ മനുഷ്യപുത്രനും അവരൻ ജന്തുവുമായി മാറുന്ന ഒരവസ്ഥയിലേക്ക് മാറരുത് എന്ന് കവി പാടുകയാണ്. പ്രിയപ്പെട്ടവരെ, അറിവ് കൂടുമ്പോൾ ബന്ധം കുറഞ്ഞു പോകരുത് എന്ന് ആണ് കവി അവസരത്തിൽ വിലപിക്കുന്നത്. പ്രശസ്ത ബ്രിട്ടീഷ് ചിന്തകനായ ബെർട്രാൻഡ് റസൽ ഇങ്ങനെ പറയുന്നുണ്ട്: ലോകത്തിന്റെ ഇന്നത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഓരോരുത്തരും അവരവരുടെ കാഴ്ചപ്പാടുകളിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. ബുദ്ധിമതികളായവർ അവരെപ്പോഴും സംശയത്തിന്റെ മേഖലയിൽ നിഴലിലാണ് എന്നുള്ളതുമാണ്. അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്:
ആധുനിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയുന്നതാക്കണം. അലിഫ് ഗ്ലോബൽ സ്കൂളിൽ പഠനം പൂർത്തിയാക്കുന്നവർക്ക് മാനവികതയുടെയും സഹിഷ്ണുതയുടെയും മനുഷ്യത്വത്തിന്റെയും ഭാരതത്തിന്റെ പൈതൃകമായ ബഹുസ്വരതയുടെയും ആത്മാവുണ്ടാകട്ടെ എന്നാണ് ആശംസിക്കാനുള്ളത്. ഇന്ന് ലോകം നേരിടുന്ന രണ്ട് വെല്ലുവിളികൾ നമുക്കറിയാം. ഒന്ന്, ഒരു മതവും വേണ്ട എന്ന് പറയുന്ന നിരീശ്വര ചിന്തകളും, അതോടൊപ്പം തന്നെ ഞങ്ങൾ മാത്രം മതി എന്ന് പറയുന്ന മത തീവ്രവാദവും നമ്മൾ കാണുന്നതാണ്. ഇത് രണ്ടും നമ്മളെ എത്രത്തോളം അസ്വസ്ഥപ്പെടുത്തുന്നു എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെയാണ് ഒരു സംസ്കൃത ശ്ലോകം മനസ്സിലേക്ക് കടന്നു വരുന്നത്. അതിനെക്കുറിച്ച് സ്വാമി ഏകദേശം ഒന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ആകാശാദി പതിതം തോയമതാ ഗച്ഛതി സാഗര സർവദേവ നമസ്കാര കേശവം പ്രതി ഗച്ഛതി. ഭാരത സംസ്കാരത്തിൽ എഴുതപ്പെട്ടതാണെങ്കിലും എത്രയോ അർത്ഥവത്താണത്. ആകാശത്ത് നിന്ന് പതിക്കുന്നതായ മഴവെള്ളം പല വഴികളിലൂടെ നദികളിലൂടെ ഒഴുകിയിറങ്ങി സമുദ്രത്തിലെത്തുന്നു. ഇതുപോലെ സകല ദേവ നമസ്കാരങ്ങളും കേശവം പ്രതി ഗച്ഛതി. അതായത് ഏത് വിശ്വാസത്തിലും ഏത് ചിന്തയിലും ജീവിക്കുന്നവരാണെങ്കിലും ആത്യന്തികമായി അവരുടെ പ്രാർത്ഥനകളും അവരുടെ ആഗ്രഹങ്ങളും നിയോഗങ്ങളും എത്തിച്ചേരുന്നത് ദൈവത്തിങ്കലാണ്, ഒരേ ഒരു ദൈവത്തിങ്കലാണ് എന്നാണ് ഉപനിഷത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ജാതി ഏതെന്ന് ചോദിക്കേണ്ട, ജാതി കാണുമ്പോഴേ മനസ്സിലാകുമെന്ന് ഗുരു ശ്രീനാരായണ ഗുരു പറഞ്ഞത്. നീ പേരൂര് തൊഴിൽ മൂന്നുമായതുപോലുമേ ജാതി ഏതെന്ന് ചൊല്ലണ്ട, നേര് മെയ് തന്നെ ചൊല്ലുകയാൽ. നിന്റെ ശരീരം കാണുമ്പോൾ തന്നെ അറിയാം നീ ഏത് ജാതിയാണ്. അത് നീ മനുഷ്യജാതിയാണ്. ഞാനൊരു ക്രൈസ്തവനാണ്, ഞാനൊരു കത്തോലിക്കനാണ്. നമ്മൾ പല മതവിശ്വാസങ്ങളിൽപ്പെട്ടവരിവിടെ ഇരിപ്പുണ്ട്. ഇതാണ് ഭാരതത്തിന്റെ പ്രത്യേകത, നമ്മുടെ പൈതൃകത്തിന്റെ പ്രത്യേകത ഇതാണ്. സകലരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വലിയ സഹിഷ്ണുതയുടെ ചൈതന്യമാണ് ഭാരതത്തിന്റെ ചൈതന്യം എന്ന് പറയുന്നത്. ഈ ചൈതന്യമാണ് എല്ലാ മതങ്ങളും പ്രഘോഷിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും. ഇപ്രകാരം ഒരു വചനം ഞാൻ ഓർക്കുന്നു. നമുക്കൊരു ദൈവമേ ഉള്ളൂ, ആരാണോ സർവവും സൃഷ്ടിച്ചത്, ആർക്കു വേണ്ടിയാണോ നാം ജീവിക്കുന്നത്, ആ പിതാവ്. മുഹമ്മദ് നബിയോട് ഒരിക്കൽ ചോദിച്ചു, എന്താണ് യഥാർത്ഥ വിദ്യാഭ്യാസം? അദ്ദേഹം പറഞ്ഞു, മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയുന്നിടത്താണ് യഥാർത്ഥ വളർച്ചയുണ്ടാകുന്നത്. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്. സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നു, സാഹോദര്യത്തിൽ ജീവിക്കാൻ പഠിപ്പിക്കുന്നു. ഈ അലിഫ് ഗ്ലോബൽ ഇന്റർനാഷണൽ സ്കൂൾ ഇവിടെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഈ രീതിയിലുള്ള ഒരു സഹിഷ്ണുതയുടെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും അനുഭവം ഇവിടെ നിന്ന് ഉയരാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സത്യത്തിൽ ഇങ്ങനെ ഒരു ചടങ്ങിൽ താമരശ്ശേരി രൂപതയെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. എന്നെ വിളിച്ചതിന് വളരെയേറെ സന്തോഷം, നന്ദി പറയുന്നു. നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും നേരുന്നു, വിജയാശംസകൾ നേരുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളും സന്തോഷവും അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Thank you, Father Benny Mundanatu, for that inspiring words. Now we have a short presentation, video presentation on Alif Global Schools. Please play. Mr. Mujib. അലിഫ് ഗ്ലോബൽ സ്കൂളിൻ്റെ ഉദ്ഘാടനം കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ നിർവഹിച്ചത് നാം ദർശിക്കുകയുണ്ടായി. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഹി വിൽ മേക്ക് ഹിസ് വേ ടു ദിസ് ഇനാഗുറേഷൻ conference. We are waiting for Honorable Chief Minister to arrive.
മർക്കസ് നോളജ് സിറ്റിയിലെ 4ാമത് വിദ്യാഭ്യാസ സ്ഥാപനം അലിഫ് ഗ്ലോബൽ സ്കൂൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവറുകൾ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ വേദിയിലേക്ക് എത്തിച്ചേരുന്നു. We're checking on the presence of Hafiz Ahmad Razi and Hafiz Adnan Abdullah.
Alif Global School at Markaz Knowledge City welcomes you to the grand inauguration ceremony. Inauguration by Honorable Chief Minister of Kerala, Comrade Pinarayi Vijayan, is making his way to this hall. Alif Global School is proud to present as a quality-assured international school with the best possible infrastructure and a proven academic culture. We thank and we remain grateful to all of you for the graceful presence this morning at this inaugural ceremony. Honorable Chief Minister of Kerala. വെല്ലുവിളികൾക്കിടയിലും വളരെ ശാന്തമായ നിലയിൽ What a blessed morning with the presence of Honorable Chief Minister of Kerala, Sri Pinarayi Vijayan, on the inaugural ceremony of Alif Global School at Markaz Knowledge City. We welcome you, sir. And we thank Sheikh Abu Bakr Ahmad Kantabura Mustad for his graceful presence. We acknowledge the presence of other dignitaries, leaders and representatives from different walks of life. മാറ്റി നിർത്തപ്പെട്ടവരും ദുർബലരുമായ പതിനായിരങ്ങൾക്ക് അറിവും ആത്മവിശ്വാസവും പകർന്ന മർക്കസ് നവകേരളത്തിൻ്റെ സാമൂഹിക നിർമ്മിതിയിൽ സൂര്യശോഭയോടെ നിലകൊള്ളുന്ന ബഹുമുഖ വിദ്യാഭ്യാസ സ്ഥാപനമാണ്. വിദ്യാഭ്യാസവും മൂല്യബോധവും ദേശീയ പ്രതിബദ്ധതയുമുള്ള ഒരു തലമുറയെ സൃഷ്ടിച്ചെടുത്ത മർക്കസ് ഇപ്പോൾ 24 സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന രാജ്യത്തെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ ജീവകാരുണ്യ സംരംഭങ്ങളിലൊന്നായി വളർന്നിരിക്കുന്നു. തീവ്ര പരീക്ഷണങ്ങളുടെ തീപ്പതങ്ങൾ താണ്ടിയും ആത്മശക്തിയോടെ മർക്കസിനെ നയിച്ച കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഈ നാടിനും ജനതയ്ക്കുമായി പുതിയ സ്വപ്നങ്ങൾ നെയ്തെടുക്കുകയാണ്. വിദ്യാഭ്യാസവും പാർപ്പിടവും വാണിജ്യവും വിനോദവും ഒത്തുചേരുന്ന സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻ്റഗ്രേറ്റഡ് ടൗൺഷിപ്പായ മർക്കസ് നോളജ് സിറ്റി അത്തരമൊരു മഹാസ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ്. കേരളത്തിലെ ഏക യുനാനി മെഡിക്കൽ കോളേജ്, ചുരുങ്ങിയ കാലയളവിനുള്ളിൽ സംസ്ഥാനത്ത് റേറ്റിംഗിൽ 3ാം സ്ഥാനത്തേക്ക് വളർന്ന മർക്കസ് ലോ കോളേജ്, ബഹുമുഖ പഠന പരിശീലന സംരംഭമായ ഐഡിയൽ സ്കൂൾ ഓഫ് ലീഡർഷിപ്പ്, ഷരിയ സിറ്റി തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നോളജ് സിറ്റി ക്യാമ്പസിൽ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു. അന്തർദേശീയ നിലവാരമുള്ള പാഠ്യപദ്ധതിയും പശ്ചാത്തല സൗകര്യങ്ങളുമായി അലിഫ് ഗ്ലോബൽ സ്കൂൾ ഇന്ന് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. മഹാപ്രളയകാലത്തും നിപ്പയുടെ സങ്കടക്കടലിലും കേരള ജനതയെ ആത്മശക്തിയോടെ നയിച്ച
കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുകൾ അലിഫ് ഗ്ലോബൽ സ്കൂൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഉദ്ഘാടന പരിപാടികൾ സമാരംഭിക്കുന്നു. Recital from the Holy Quran, a few verses. Hafiz Ahmad Razi and Hafiz Adnan Abdullah. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق. خلق الإنسان من علق. اقرأ وربك الأكرم الذي علم بالقلم. علم الإنسان ما لم يعلم. كلا إن الإنسان ليطغى أن رآه استغنى. إن إلى ربك الرجعى. صدق الله العلي العظيم. In the name of Allah, the most gracious, the most merciful. Read in the name of your Lord, who has created all that exists, has created man from a clot. Read, and your Lord is the most generous, who has taught the writing by the pen. He has taught man that which he knew not. Nay, verily, man does transgress all bounds, because he considers himself self-sufficient, and surely unto your Lord is your return. Sadaqallah. Thank you. Welcoming address by the chairman of Alif Global School, Ali Abdurrahman. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. ഏറ്റവും ആദരണീയരായ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ഹിസ് എക്സലൻസി കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ, ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ടാതിഥികൾ, വിദ്യാർത്ഥികൾ, സഹോദരി സഹോദരന്മാരെ, സന്തോഷകരവും അതിലേറെ അഭിമാനകരവുമായ ഒരു മുഹൂർത്തത്തിനാണ് മർക്കസ് നോളജ് സിറ്റിയിലെ ഈ പ്രൗഢ സദസ്സ് സാക്ഷ്യം വഹിക്കുന്നത്. അറിവിൻ്റെ ഉൽപ്പാദനത്തെയും വിതരണത്തെയും അടിസ്ഥാനമാക്കി ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്ന സാംസ്കാരിക നഗരത്തിൽ തുടക്കം കുറിക്കുന്ന 4ാമത്തെ വിദ്യാഭ്യാസ സ്ഥാപനമാണ് അലിഫ് ഗ്ലോബൽ സ്കൂൾ. പ്രാഥമിക തലം മുതൽ ഉന്നത ഗവേഷണ മേഖലയിൽ വരെയുള്ള വൈവിധ്യപൂർണമായ വിദ്യാഭ്യാസ സംരംഭങ്ങളാണ് ഇവിടെ ആരംഭിക്കാനിരിക്കുന്നത്. വിദ്യാഭ്യാസത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമായും പൊതുവികസനമായും ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ കാഴ്ചപ്പാടുകളെ ആധാരമാക്കിയാണ് ഈ നഗരം ഇവിടം രൂപം കൊള്ളുന്നത്. അതിനൂതനമായ ഈ വികസന സങ്കല്പത്തിന് അസ്ഥിവാരമിടുക എന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ് അലിഫ് ഗ്ലോബൽ സ്കൂളിന് നിർവഹിക്കാനുള്ളത്. നാളെ ഗവേഷണ മേഖലയിൽ പ്രവർത്തിക്കാനിരിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് എങ്ങനെയായിരിക്കണം പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് എന്ന വെല്ലുവിളിയും ഉത്തരവാദിത്വമാണ് മർക്കസ് നോളജ് സിറ്റിയിൽ അലിഫ് ഇൻ്റർനാഷണൽ സ്കൂൾ ഏറ്റെടുത്തിരിക്കുന്നത്. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഞങ്ങളെ തെരഞ്ഞെടുത്ത
മർക്കസിൻ്റെ സാരഥികളോട് കടപ്പാടും നന്ദിയും അറിയിക്കുന്നു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ ഏറ്റവും മികച്ച വിദ്യാലയത്തിന് കേരള സർക്കാർ ഏർപ്പെടുത്തിയ ലിറ്റിൽ ക്രൈസ്റ്റ് 2019 പുരസ്കാരം ഇന്നലെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്നും ഫാത്തിമ ബി ഹയർ സെക്കൻഡറി സ്കൂൾ ഏറ്റുവാങ്ങിയത്. മർക്കസ് നടത്തുന്ന വിദ്യാഭ്യാസ സംരംഭങ്ങളുടെ ഗുണനിലവാരത്തെ മനസ്സിലാക്കാനുള്ള ഒരു സൂചിക കൂടിയാണ് ഈ പുരസ്കാരം. ഈ പുരസ്കാരം നേടിയതിൻ്റെ തൊട്ടുപിറ്റേ ദിവസമാണ് മർക്കസിലെ തന്നെ മറ്റൊരു സ്കൂൾ ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത് എന്നത് ഒട്ടും യാദർശികമല്ല. കേരളത്തിലെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ഒരു മലയോര പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഒരു വിദ്യാലയമാണ് ഈ പുരസ്കാരം നേടിയതെന്ന് നാം മനസ്സിലാക്കണം. ഈ സമൂഹത്തെക്കുറിച്ചും അതിൻ്റെ സർവ്വതോന്മുഖമായ വികസനത്തെക്കുറിച്ചും മർക്കസ് വെച്ചു പുലർത്തുന്ന സമീപനത്തെ കൂടി പ്രതിഫലിക്കുന്നുണ്ട് ഇത്. പൊതുവിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഇത്തരം വികസനോന്മുഖ സങ്കല്പങ്ങൾ തന്നെയാണ് അലിഫ് ഗ്ലോബൽ സ്കൂളും പങ്കുവെക്കുന്നത്. അലിഫ് ഗ്ലോബൽ സ്കൂളിൻ്റെ നിർമ്മാണത്തിലും ക്ലാസ് റൂം ക്രമീകരണങ്ങളിലും പാഠ്യപദ്ധതികളിലുമെല്ലാം തന്നെ വികസനത്തെക്കുറിച്ചും അത് മുന്നോട്ട് വെക്കുന്ന സാമൂഹ്യ മാറ്റത്തെക്കുറിച്ചുമുള്ള ഈ കരുതൽ വെച്ചു പുലർത്താൻ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. കേരളത്തിലെ പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് ഗൗരവപൂർവ്വം പഠിച്ച യശസ്വരീരനായ വിദ്യാഭ്യാസ വിചക്ഷണൻ UR അനന്തമൂർത്തിയുടെ നിരീക്ഷണങ്ങളോടെ ചുവടുപിടിച്ചാണ് ഈ സ്ഥാപനം അതിൻ്റെ അക്കാദമിക് അന്തരീക്ഷം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ലഭ്യമായ മികച്ച റിസോഴ്സുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ കരിക്കുലവും പാഠ്യപദ്ധതികളും രൂപപ്പെടുത്തിയത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മർക്കസ് യൂണിവേഴ്സിറ്റി ലക്ഷ്യമിടുന്ന ദൗത്യങ്ങളെ ഏറ്റെടുക്കാൻ കഴിയും വിധത്തിൽ വിദ്യാർത്ഥികളെ പ്രാഥമിക തലത്തിലെ ചിട്ടപ്പെടുത്തിയെടുക്കുന്ന സമഗ്രവും തുറന്നതുമായ ഒരു സമീപനമാണ് ഈ സ്ഥാപനം സ്വീകരിക്കുന്നത്. ഭാവിയെ അഭിമുഖീകരിക്കുക എന്നതിൽ നിന്നും ഭാവിയെ തന്നെ രൂപപ്പെടുത്തുക എന്ന ദൗത്യത്തിലേക്ക് നമ്മുടെ നോളജ് എക്കണോമി മാറിക്കഴിഞ്ഞു. ആ മാറ്റത്തിൻ്റെ സാധ്യതകളിൽ ഊന്നിക്കൊണ്ടാണ് ഇവിടുത്തെ പെഡഗോഗി സംവിധാനിച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ഈ സ്കൂൾ ഉദ്ഘാടനം ചെയ്യുന്നു എന്നത് ഞങ്ങളുടെ സന്തോഷത്തെ വർദ്ധിപ്പിക്കുന്നു. വിദ്യാഭ്യാസ വകുപ്പിനെ വിഭജിക്കുകയും അതുവഴി പ്രാഥമിക ഉന്നത വിദ്യാഭ്യാസ മേഖലകളുടെ വ്യത്യസ്തമായ ആവശ്യങ്ങളെ കൂടുതൽ കരുതലോടെ ഊന്നലോടെയും സമീപിക്കാനുള്ള അവസരം ഒരുക്കുകയും ചെയ്തതിന് മുഖ്യമന്ത്രി എന്ന നിലയിൽ അങ്ങയോട് ഈ നാട്ടിലെ ജനങ്ങൾക്കുള്ള കടപ്പാട് അറിയിക്കട്ടെ. ഭരണനിർവഹണ രംഗത്തെ ഒരു ക്രമീകരണം എന്നതിലപ്പുറം അക്കാദമിക രംഗത്ത് വലിയ കുതിച്ചുചാട്ടത്തിനും ഈ മാറ്റങ്ങൾ വഴിയൊരുക്കുമെന്നതാണ് നമ്മുടെ അനുഭവം. അലിഫ് ഗ്ലോബൽ സ്കൂളിനെ ഈ നാടിന് സമർപ്പിക്കാനെത്തിയ ശ്രീ പിണറായി വിജയൻ സാറിനെ സ്നേഹാദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഒരു സ്വകാര്യ വിദ്യാലയമായിരിക്കുമ്പോൾ പോലും പൊതുവിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ തരത്തിലുള്ള സ്വഭാവവിശേഷതകളെ ഉൾക്കൊള്ളുക എന്നതാണ് ഈ സ്കൂൾ ആരംഭിക്കുമ്പോൾ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഞങ്ങൾക്ക് നൽകിയ അനുശാസന. ഒരേ സമയം വെല്ലുവിളിയും സാധ്യതയും ആയിരുന്നു അത്. മർക്കസ് ആരംഭിച്ച എല്ലാ അൺഎയ്ഡഡ് സ്ഥാപനങ്ങളുടെയും ശൈലി ഇത് തന്നെയാണ്. ഇക്കാര്യത്തിൽ മർക്കസ് സ്ഥാപനങ്ങളുടെ ശില്പി കൂടിയായ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പുലർത്തുന്ന കാർക്കശ്യം നമ്മുടെ രാജ്യത്തെ സ്വകാര്യ വിദ്യാഭ്യാസ മാനേജ്മെൻറ്റുകൾ മാതൃകയാക്കിയാൽ വിദ്യാഭ്യാസ മേഖലയിലെ വലിയ സാമൂഹ്യ വിപ്ലവത്തിന് അത് വഴിയൊരുക്കും എന്നതിൽ സംശയമില്ല. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന മർക്കസ് ശില്പി കൂടിയായ ഉസ്താദിനെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയെ ധന്യമാക്കിയ ജനപ്രതിനിധികൾ, സാമൂഹ്യ സാംസ്കാരിക മതമേഖലയിലെ നേതാക്കൾ, ഈ വിദ്യാലയത്തിൻ്റെ ഗുണകാംക്ഷികളായ പ്രസ്ഥാന ബന്ധുക്കൾ, നാട്ടുകാർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥിനികൾ, ശാസ്ത്രീയവും മനോഹരവുമായി കെട്ടിടം രൂപപ്പെടുത്തുന്നതിൽ നേതൃത്വം നൽകിയവർ, എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം അറിയിക്കുന്നു.
ഭാവിയെ നിർണ്ണയിക്കാനുള്ള ഈ യാത്രയിൽ ഞങ്ങളുടെ പങ്കാളികളാകാൻ ഒരിക്കൽ കൂടി എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Thank you. The grand inauguration of Alif Global School is chaired by the Grand Mufti of India, Sheikh Abu Bakr Ahmed Kandapuram, Chairman of Markaz Knowledge City, Chancellor of Jamia Markaz. We request Sheikh Abu Bakr Ahmed to do his chairman's address. വ്യവസ്ഥാപിതമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെ ഇന്ത്യയിലെ മതന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങൾക്ക് വിവേകപൂർണമായ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവർകൾ ആദ്യക്ഷ പ്രഭാഷണം നടത്തുന്നു. ആദരപൂർവം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ, മറ്റ് ജനപ്രതിനിധികൾ, പ്രശസ്ത വ്യക്തികൾ, സുഹൃത്തുക്കൾ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവർക്ക് സമയം കുറവായതുകൊണ്ട് ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. നമ്മുടെ എല്ലാ നേതാക്കളും ഇവിടെയുണ്ട്. ബിഷപ്പ്, അതുപോലെ സ്വാമി, അങ്ങനെ തുടങ്ങിയ എല്ലാവരുമുണ്ട്. എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ലക്ഷ്യം ചുരുങ്ങിയ നിലയിൽ സ്വാഗത പ്രസംഗത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചു. മനുഷ്യൻ മനുഷ്യനായി തീരണമെങ്കിൽ വിദ്യാഭ്യാസവും അതോടൊപ്പം സൽസ്വഭാവവും ഉണ്ടാവണം. വിദ്യാഭ്യാസം എത്രയുണ്ടായിട്ടും ഭീകരതയും തീവ്രതയും അക്രമവും നടത്തിയാൽ ആ വിദ്യാഭ്യാസം കൊണ്ട് പ്രയോജനം ഒരിക്കലും ഇല്ല. അതിനാൽ വിദ്യാഭ്യാസം നൽകുന്നതോടൊപ്പം ആത്മീയ ചൈതന്യവും മനുഷ്യനെ മനുഷ്യനായി കാണുന്ന അറിവും വിദ്യാർത്ഥികൾക്ക് നൽകേണ്ടതാണ്. ഈ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കേരളത്തിലും കേരളത്തിൻ്റെ പുറത്ത് ഇന്ത്യയിൽ മിക്ക സ്റ്റേറ്റുകളിലും കാശ്മീർ, ഗുജറാത്ത് തുടങ്ങി UP, ബീഹാർ അങ്ങനെ തുടങ്ങിയ എല്ലാ സ്റ്റേറ്റുകളിലും മർക്കസിൻ്റെ കീഴിൽ സ്കൂളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയെല്ലാം അതത് നാട്ടിലുള്ള ഭാഷ നടത്തുന്ന സ്കൂളുകളും അതിനു പുറമെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും എല്ലാം ഉണ്ട്. അവിടെയെല്ലാം അധ്യാപനം നടത്തുന്നത് നമ്മുടെ കേരളത്തിൽ നിന്നും മർക്കസിൽ നിന്നും പഠിച്ച ധാരാളം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആ നാട്ടുകാർക്കും അതുകൊണ്ട് പ്രയോജനപ്പെടുന്നു. അങ്ങനെ ഇന്ത്യ രാജ്യത്ത് മുഴുക്കെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു വിപ്ലവം ഉണ്ടാക്കുകയാണ് മർക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് എല്ലാവിധ സഹായവും ഒത്താശയും ചെയ്തു തരണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവരുകളോട് ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ്. ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഒരിക്കൽ കൂടി എന്ന് ഞാൻ പറയുന്നത്. എങ്കിലും ചെറിയൊരു താമസം ഓഫീസുകളിലും അവിടെ ഇവിടെയൊക്കെ വന്നു പോയാൽ കൊല്ലങ്ങൾ അറിയാതെ കഴിഞ്ഞു പോകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ വിദ്യാഭ്യാസ സംരംഭത്തിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു തരണം. കൂടാതെ ചാരിറ്റി പ്രവർത്തനം ധാരാളമായി മർക്കസ് നടത്തുന്നുണ്ട്. അതിൽ ജാതിയോ മതമോ ഒന്നും നോക്കാതെ മുഴുവൻ ആളുകൾക്കും
ഞങ്ങളുടെ എല്ലാവിധ ചാരിറ്റി പ്രവർത്തനത്തിലും വിദ്യാഭ്യാസ രംഗ പ്രവർത്തനത്തിലും പങ്കുണ്ട് എന്നുകൂടി സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. അങ്ങനെ ഈ രാജ്യത്തെ, നാടിൻ്റെ, ദേശത്തിൻ്റെ എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും തേടിക്കൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും നന്മ ലഭിക്കുന്ന വിദ്യാഭ്യാസ സംരംഭമാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് അതിന് ഇത്രയും ഈ വിഷമമുണ്ടായിട്ടും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവർക്ക് അങ്ങേയറ്റത്തെ കൃതജ്ഞത രേഖപ്പെടുത്തുകയും അങ്ങേയറ്റത്തെ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സർവശക്തൻ എല്ലാം വിജയിപ്പിക്കുമാറാകട്ടെ. Jazakumullah. Thank you. Dr. M.A. Azhari, Managing Director of Markaz Knowledge City, making a short introduction. വളരെ തിരക്ക് പിടിച്ച ഒരു സന്ദർഭത്തിലാണ് മർക്കസ് നോളജ് സിറ്റിയുടെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി ബഹുമാനരായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ ഇവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. നോളജ് സിറ്റിയുടെ കോൺസെപ്റ്റിനെ കുറിച്ച് 2 വാക്കിൽ മാത്രം നിങ്ങളുടെ മുന്നിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. എഴുത്തച്ഛൻ കേരളത്തിൻ്റെ ഭാഷയായ മലയാളത്തിന് അക്ഷരമുണ്ടാക്കി ജനങ്ങളിൽ അത് പ്രചരിക്കുകയും മലയാള ഭാഷയിൽ രചനകളെല്ലാം തുടങ്ങുന്നതിന് മുമ്പേ അറബി അക്ഷരം ഉപയോഗിച്ചുകൊണ്ട് മലയാളം എഴുതി അതിൽ രചനകൾ നടത്തി വിദ്യാഭ്യാസ രംഗത്ത് മുഴുവൻ മാനവരാശിക്കും വലിയ ധർമ്മം ചെയ്തിട്ടുള്ള നേതൃത്വമാണ് സുന്നി പണ്ഡിതന്മാർ. പൊന്നാനിയിലെ മഖ്ദൂമുമാർ, കോഴിക്കോട്ടെ ഖാദിമാർ 412 വർഷം മുമ്പാണ് മൊഹീദ്ദീൻ മാല എന്ന മലയാള ഭാഷയെ അറബി അക്ഷരം കൊണ്ട് ആദ്യമായി എഴുതി കുറിക്കുന്നത്. ഷാർജ ഭരണാധികാരി തിരുവനന്തപുരത്ത് വന്നപ്പോൾ കേരള നിയമസഭയുടെ ബഹുമാനരായ സ്പീക്കർ അദ്ദേഹത്തിന് സമർപ്പിച്ചത് പൊന്നാനിയിലെ അറബി മലയാള ലിപിയിലെ പുസ്തകമായിരുന്നു. അത്ര വലിയ വിദ്യാഭ്യാസ രംഗത്ത് വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള മുസ്ലിം പണ്ഡിതന്മാർ കോഴിക്കോട്ടെ കുറ്റിച്ചിറയിലെ ജുമാ മസ്ജിദ് അക്കാലഘട്ടത്തിൽ ഒരു യൂണിവേഴ്സിറ്റി സമാനമായിരുന്നു. ലോകത്തെ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയായ മൊറോക്കോയിലെ അൽ ഖറവിയീൻ, ടുനീഷ്യയിലെ സെയ്ത്തൂന, ഈജിപ്തിലെ അൽ അസ്ഹർ, ഇതെല്ലാം മസ്ജിദുകളായിരുന്നു. മസ്ജിദുകളുടെ തൂണുകളിൽ ക്ലാസ് മുറികൾ, കെമിസ്ട്രിയും ഫിസിക്സും ഖുർആനും ഫിഖ്ഹും ഒന്നിച്ചു പഠിപ്പിച്ച് ലോകത്ത് തന്നെ വിദ്യാഭ്യാസത്തിന് വലിയ പ്രചോദനം നൽകിയിട്ടുള്ള പാരമ്പര്യമാണ് സുന്നി സൂഫി പണ്ഡിതന്മാർ ലോകത്ത് കാണിച്ചിട്ടുള്ളത്. കേരളത്തിലും അതേ നില തന്നെയായിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടായിരുന്നത്. സ്വാതന്ത്ര്യാനന്തര കേരളത്തിൽ ഉണ്ടായ ചില മാറ്റങ്ങളിൽ കേരളത്തിലെ മുസ്ലിംകളിലെ 95% പ്രതിനിധീകരിക്കുന്നത് സുന്നി എന്ന് പറയുന്ന വിഭാഗത്തെയാണ്. എന്നാൽ നവീന ആശയക്കാർ എന്ന് പറഞ്ഞ് കടന്നു വന്ന ചിലർ മതത്തെ ആരാധനകളിലും കർമ്മശാസ്ത്രത്തിലും മാത്രം ഒതുക്കുകയും ഭൗതിക വിദ്യാഭ്യാസത്തെ അത്തരം കേന്ദ്രങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തപ്പോൾ രാജ്യത്തിനുണ്ടായ വലിയൊരു നഷ്ടത്തെ തിരിച്ചുപിടിക്കുകയാണ് മർക്കസ് ചെയ്യുന്നത്. മാനവിക പഠനങ്ങളിലും വാണിജ്യ പഠനങ്ങളിലും തുടങ്ങി ശാസ്ത്ര പഠനത്തിലേക്ക് കടന്ന് പാവപ്പെട്ടവർക്ക് വേണ്ടി 100 കണക്കിന് സ്കൂളുകൾ സ്ഥാപിച്ചതിന് ശേഷം പണം കൊടുത്ത് പഠിക്കാൻ കഴിയുന്നവർക്ക് ലാഭേച്ഛയില്ലാത്ത 30 സ്കൂളുകൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നേരിട്ട് മാനേജ് ചെയ്യുന്ന മർക്കസ് പണമുണ്ടായതിൻ്റെ പേരിൽ അച്ചടക്ക വിദ്യാഭ്യാസം ലഭിക്കാതെ പോകുന്നവർക്ക് വേണ്ടി വിദേശികൾക്ക് ഇന്ത്യയിലേക്ക് വരാനും ഇന്ത്യക്കാർക്ക് പുറത്തേക്ക് പോകാനുമുള്ളൊരു കവാടമായിട്ടാണ് അലിഫ് ഗ്ലോബൽ സ്കൂള്
മർക്കസ് യൂണിവേഴ്സിറ്റിയിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. പാവപ്പെട്ടവർക്ക് ചുരുങ്ങിയ ചെലവിൽ ചികിത്സ ലഭിക്കാൻ ആവശ്യമായ രീതിയിൽ ഇന്ത്യയിലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റുകളുടെയും കീഴിലും സ്വകാര്യമായും 50-ലേറെ മെഡിക്കൽ കോളേജുകൾ യുനാനി വൈദ്യശാസ്ത്രത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ കേരളത്തിൽ അതിന് തുടക്കം കുറിക്കുകയായിരുന്നു മർക്കസ് യുനാനി മെഡിക്കൽ കോളേജിലൂടെ. കേരളത്തിൽ തന്നെ വിദ്യാർത്ഥികൾ തേടി വരുന്ന കോളേജുകളിൽ 2ാം സ്ഥാനം ലഭിച്ചിട്ടുള്ള, ചുരുങ്ങിയ വർഷം കൊണ്ട് 2ാം സ്ഥാനത്തെത്തിയിട്ടുള്ള മർക്കസ് ലോ കോളേജ്. ഇനി ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സെൻറ്റർ ഓഫ് എക്സലൻസ്, റോബോട്ടിക് സയൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് തുടങ്ങിയ മോസ്റ്റ് മോഡേൺ ടെക്നോളജികൾ പഠിപ്പിക്കുന്ന, സ്കിൽ പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ, സെൻറ്റർ ഓഫ് എക്സലൻസ്, സ്കിൽ ഫാക്ടറി തുടങ്ങി നാട്ടിൽ ലഭ്യമല്ലാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഇവിടെ ആരംഭിക്കുകയാണ്. യൂറോപ്പിലെ 2nd ലാർജസ്റ്റ് ബ്രെയിൻ ഹോസ്പിറ്റൽ ആൻഡ് യൂണിവേഴ്സിറ്റി നടത്തുന്ന ഇസ്തംബൂളിലെ ഉസ്കുദാർ യൂണിവേഴ്സിറ്റി മർക്കസ് യുനാനി മെഡിക്കൽ കോളേജുമായി കൈകോർക്കുന്നു. അടുത്ത 14-ാം തീയതി അതിൻ്റെ പ്രമുഖ ഫാക്കൽറ്റികൾ ഇവിടെ വന്ന് ബ്രെയിൻ സയൻസിലുള്ള സെമിനാർ നടത്തുകയാണ്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് UK-യിലും ഇസ്തംബൂളിലും മലേഷ്യയിലും പഠിക്കാനുള്ള ധാരണകൾ ഇത് വരെ തന്നെ ആയിട്ടുണ്ട്. അങ്ങനെയുള്ള വിദ്യാഭ്യാസവും താമസവും ആരോഗ്യവും വാണിജ്യവും എല്ലാം ഒരു നഗരത്തിനകത്ത് പാവപ്പെട്ടവനും പണക്കാരനും എന്ന് വ്യത്യാസമില്ലാതെ ഭാരതീയരായ ഏതൊരാൾക്കും അന്യരാജ്യക്കാരെ നേരിട്ട് ഇവിടെ കാണാനും അന്യരാജ്യത്തേക്ക് പോകാനുമെല്ലാമുള്ള ഒരു വലിയ കവാടമായി മർക്കസ് യൂണിവേഴ്സിറ്റി ഇവിടെ ഉയർന്നു വരികയാണ്. ഇതിന് നാളിതുവരെ നൽകിയിട്ടുള്ള എല്ലാ പിന്തുണയ്ക്കും സർക്കാരിനോടും ജനങ്ങളോടും സഹകരിച്ചവരോടും നന്ദി സ്മരിക്കുകയും ഇനി അങ്ങോട്ടും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഈ വർഷം ഉദ്ഘാടനങ്ങളുടെ വർഷമാണ്. ബഹുമാന്യരായ മുഖ്യമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്ത അലിഫ് തൊട്ട് തുടങ്ങി. അലിഫ് എന്നത് അൽഫ, ദ ഫസ്റ്റ് അറബിക് ലെറ്ററാണ്. അത് അക്ഷരജ്ഞാനത്തിൻ്റെ തുടക്കമാണ്. ഈ മാസം തന്നെ യുനാനി പ്രിൻസിപ്പൽ അനുസരിച്ചുള്ള വെൽനസ് സെൻറ്റർ ഉദ്ഘാടനം ചെയ്യുന്നു 13-ാം തീയതി. ഈ വർഷത്തിൽ ഇൻഷാ അല്ലാഹ് ഓരോ മാസങ്ങളിലും നമുക്ക് പ്രമുഖ പ്രോജക്റ്റുകളുടെ ഉദ്ഘാടനമുണ്ട്. വിശദീകരിക്കാൻ സമയമില്ലാത്തതിനാൽ വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും. ഒരുപാട് വെല്ലുവിളികൾക്കിടയിലും വളരെ ശാന്തമായ നിലയിൽ ക്ഷേമരാഷ്ട്ര സങ്കല്പം നിലനിർത്തി കേരളത്തെ വികസനത്തിന്റെ പാതയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നേതൃപരമായ പങ്ക് വഹിക്കുന്നതിലൂടെയാണ് കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പുതുതലമുറക്കിടയിൽ ശ്രദ്ധേയനാകുന്നത്. മനുഷ്യനെ വേറിട്ടും വേർതിരിച്ചും നിർത്തുന്ന വ്യവസ്ഥയോടും അനീതിയോടുമുള്ള എതിർപ്പും അനിഷ്ടവും പഠനകാലത്തു തന്നെ പൊതുപ്രവർത്തനത്തിൽ മുഴുകിയതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. ഇത് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ നേതൃനിരയിലെത്താനും സങ്കീർണമായ ഒട്ടേറെ പൊതുപ്രശ്നങ്ങളിൽ ഇടപെടാനും പരിഹരിക്കുവാനും അദ്ദേഹത്തെ സഹായിച്ചു. 1970 തന്റെ 26-ാമത്തെ വയസ്സിൽ കൂത്തുപറമ്പിൽ നിന്ന് നിയമസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് പലവട്ടം നിയമസഭാ അംഗമായി. 1971 തലശ്ശേരി കലാപകാലത്തെ പ്രവർത്തനങ്ങളാണ് പിണറായി വിജയൻ എന്ന ലക്ഷണമൊത്ത രാഷ്ട്രീയ നേതാവിനെ ഉരുവപ്പെടുത്തുന്നത്. ന്യൂനപക്ഷങ്ങൾ നാടെങ്ങും വേട്ടയാടപ്പെടുമ്പോൾ പാർട്ടി പ്രവർത്തകരെ സംഘടിപ്പിച്ച് അവർക്ക് സംരക്ഷണമൊരുക്കി പിണറായി എന്ന നേതാവിന്റെ ചങ്കുറപ്പും സക്രിയതയും ജനങ്ങൾ നേരിട്ടറിഞ്ഞ സമയമായിരുന്നു അത്. 1996 നായനാർ മന്ത്രിസഭയിൽ വൈദ്യുതി വകുപ്പ് മന്ത്രിയായി പിണറായി വിജയൻ മികച്ച ഭരണാധികാരിയെന്ന് പേരെടുത്തു. വൈദ്യുതി ഉൽപാദനം, വിതരണം എന്നിവ വളരെ കാര്യക്ഷമമാക്കിയും KSEBയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തിയുമുള്ള 2 വർഷക്കാലത്തെ ആ ചുരുങ്ങിയ ഭരണം മതിയായിരുന്നു ഭരണത്തിൽ പിണറായി വിജയന്റെ സാമർത്ഥ്യവും കാഴ്ചപ്പാടും ബോധ്യപ്പെടുത്തുവാൻ.
കേരളത്തിലെ പ്രബലമായ ഇടതുപക്ഷ പാർട്ടിയുടെ ദീർഘകാലത്തെ പദവി കേരളീയ സമൂഹത്തെ നന്നായി മനസ്സിലാക്കുന്നതിനും ഭരണരംഗത്ത് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിക്കുന്നതിനും നവകേരള സൃഷ്ടിപ്പിന് തുടക്കം കുറിക്കുന്നതിനും സഹായിച്ചു. പാരിസ്ഥിതികവും സാമൂഹികവുമായ ഒട്ടേറെ വെല്ലുവിളികൾക്കിടയിലും കേരളത്തെ എല്ലാ മേഖലയിലും വികസനത്തിന്റെ ഉന്നതിയിലെത്തിക്കുന്നതിലും സർക്കാർ സംവിധാനങ്ങളും സ്ഥാപനങ്ങളും കൂടുതൽ ജനകീയമാക്കുന്നതിലും പിണറായി വിജയൻ സർക്കാർ അന്താരാഷ്ട്ര ശ്രദ്ധ നേടി. നാടിനെയാകെ നടുക്കിയ പ്രളയം പോലുള്ള പ്രശ്നങ്ങൾക്കിടയിൽ ഒരു ജനതയാകെ ഏകോപിച്ച് മുന്നോട്ടു പോകുന്നതിലും അതിജീവനത്തിന്റെ പാതകൾ സൃഷ്ടിക്കുന്നതിലും അദ്ദേഹം വഹിച്ച പങ്ക് ഏറെ സുത്യർഹമാണ്. പരിസ്ഥിതി, കൃഷി, വിദ്യാഭ്യാസം, ആരോഗ്യം, ജീവിത നിലവാരം എന്നീ മേഖലകളിൽ ബൃഹത്തായ പദ്ധതികളിലൂടെ കേരളത്തെ പുനഃസൃഷ്ടിക്കുവാനും നവകേരളം നിർമ്മിക്കുവാനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന കേരള സർക്കാരിന് കഴിയട്ടെ എന്ന് പ്രത്യാശിക്കാം. ഇച്ഛാശക്തിയുടെ പ്രതീകം, മലയാളിയുടെ അന്തസ് ലോകത്തോളം ഉയർത്തിയ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, മർക്കസ് പ്രസ്ഥാനത്തിൻ്റെയും അതിൻ്റെ സാരഥി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്കും എന്നും പ്രോത്സാഹനം നൽകുന്ന പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുകളെ ഉദ്ഘാടന പ്രഭാഷണത്തിന് വേണ്ടി ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. സഹോദരി സഹോദരന്മാരെ, മർക്കസ് നോളജ് സിറ്റിയുടെ ഭാഗമായുള്ള അലീഫ് ഗ്ലോബൽ സ്കൂളിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനായതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. ബഹുമാനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല, നേരത്തെ പ്രസ്താവിച്ചതുപോലെ ചാരിറ്റി രംഗത്തും ഒട്ടേറെ പ്രത്യേകതയാർന്ന വിശിഷ്ട പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. ഇവിടെ ഈ സ്കൂൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ LKG മുതൽ 12ാം ക്ലാസ് വരെയുള്ള പഠനം, അത് ലോകോത്തര നിലവാരത്തിലുള്ള പഠനം ലഭിക്കുക, ആ ഉദ്ദേശത്തോടെയാണ് സ്ഥാപിക്കുന്നത് എന്നിവിടെ വ്യക്തമാക്കി കഴിഞ്ഞു. മർക്കസിൻ്റെ ഒരു പ്രത്യേകത വിജ്ഞാന വിപുലനത്തിന് സവിശേഷമായ പ്രാധാന്യം നൽകുന്നുവെന്നത് തന്നെയാണ്. ആഗോളതലത്തിലുള്ള പുതിയ വിജ്ഞാന ശകലം വരെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാനും നമ്മുടെ കുട്ടികളെ വിജ്ഞാന കാര്യത്തിൽ പൂർണ്ണമായും സജ്ജരാക്കാനും മർക്കസ് നടത്തുന്ന പ്രവർത്തനം എല്ലാ രീതിയിലും അഭിനന്ദനാർഹമാണ്. പുതിയ തലമുറയുടെ നേർക്കുള്ള ഈ കരുതൽ തന്നെയാണ് മർക്കസിൻ്റെ വിദ്യാഭ്യാസ വിപുലീകരണത്തിൻ്റെ പിന്നിലുള്ളത് എന്നത് വ്യക്തമാണ്. ഇവിടെ ഈ സ്കൂൾ മാത്രമല്ല, വിപുലമായ ക്യാമ്പസാണ് ഈ നോളജ് സിറ്റിയിൽ ഒരുങ്ങിയിട്ടുള്ളത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, റിസർച്ച് സെൻ്ററുകൾ, വിനോദ കേന്ദ്രങ്ങൾ, ഷോപ്പിംഗ് മോള്, ആശുപത്രി, അങ്ങനെയെല്ലാം ഉൾക്കൊള്ളുന്ന ഒന്നാണ് ഈ നോളജ് സിറ്റി. 125 ഏക്കറിൽ 3000 കോടി രൂപയിലേറെ മുതൽ മുടക്കാണ് ഇവിടെ
ഉദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസത്തിലൂടെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് മർക്കസ് നടത്തുന്ന പ്രവർത്തനങ്ങൾ നാടും രാജ്യവും ശ്രദ്ധിക്കുന്ന തലത്തിലേക്ക് ഉയർന്നിട്ടുണ്ട്. നമ്മുടെ ദേശീയ മുഖ്യധാരയിൽ നിന്ന് ചരിത്രപരമായ കാരണങ്ങളാൽ പ്രാന്തവൽക്കരിക്കപ്പെട്ടു പോയവർ, അവഗണിക്കപ്പെട്ടു പോയവർ, അത്തരം ജനവിഭാഗങ്ങളെ കൈപിടിച്ച് ഉയർത്തൽ സമൂഹത്തിൻ്റെ പൊതുവായൊരു കടമയാണ്. ഈ കടമയെക്കുറിച്ചുള്ള ബോധ്യവുമാണ് സംവരണം പോലെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭരണഘടന രൂപപ്പെടുത്തിയവരെ പോലും നയിച്ചത്. വലിയൊരു വിഭാഗം പിന്നോക്കാവസ്ഥയിൽ കിടന്നാൽ സമൂഹത്തിന് പൊതുവിൽ പുരോഗതിയുണ്ട് എന്ന് പറയാനാവില്ല. അതുകൊണ്ട് തന്നെയാണ് ക്ഷീണിതമായ അവസ്ഥയിൽ കഴിയുന്നവരെ ഉയർത്തിയെടുക്കാനുള്ള പ്രത്യേക സഹായം നമ്മുടെ അവസ്ഥയിൽ തുടരുന്നത് ഏറ്റവും അഭിനന്ദനാർഹമാണ് എന്ന് പറഞ്ഞത്. ഇവിടെ ജാതിമത നിരപേക്ഷമായ ഒരു ബൃഹത് പദ്ധതി നോളജ് സിറ്റിയിലൂടെ ലക്ഷ്യമിടുന്നതും നല്ല കാര്യമാണ്. ഇവിടുത്തെ വിപുലമായ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി എല്ലാ കുട്ടികൾക്കും തുല്യ പരിഗണനയും പ്രാധാന്യവും നൽകുന്ന തരത്തിലാണ് അത്തരമൊരു വിദ്യാഭ്യാസം സാധ്യമാക്കാനാണ് മർക്കസ് ശ്രമിക്കുന്നത്. സ്വഭാവഗുണവും സ്നേഹസമ്പന്നതയും സഹിഷ്ണുതയും ഉള്ള ആളായാണ് ഒരു വിദ്യാർത്ഥി വളർന്നു വരേണ്ടത്. അതിന് വിദ്യാഭ്യാസ ഘട്ടത്തിൽ വിദ്യാലയത്തിൽ തുല്യ പരിഗണന, ഒരു അവഗണനയും ഇല്ലാത്ത അവസ്ഥ, അവഗണനയുടെ ഭാഗമായ ഈർഷ്യ മനസ്സിൽ രൂപപ്പെടാത്ത അവസ്ഥ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അങ്ങനെയായാലേ അക്കാദമിക് മികവിനോടൊപ്പം അന്തർലീനമായ കഴിവുകളുടെ വികസനം കൂടി കുട്ടികളിൽ സാധ്യമാവുകയുള്ളൂ. ഇവിടെ ബഹുമാന്യനായ കാന്തപുരം അദ്ദേഹം സംസാരിക്കുമ്പോൾ തന്നെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള കാഴ്ചപ്പാടോടെ ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളുടെ കഴിവുകളും ധാർമ്മിക ബോധവും നല്ല രീതിയിൽ വളർത്തിയെടുത്താൽ ആ വ്യക്തിയുടെ വ്യക്തിത്വ രൂപീകരണത്തെയും ഭാവി ജീവിതത്തെയും അത് ഗുണപരമായി സ്വാധീനിക്കും. ഇവിടെ നമ്മുടെ സമൂഹത്തിൽ വിദ്യാഭ്യാസം വലിയ ചെലവേറിയതായതുകൊണ്ട് രാജ്യത്തിൻ്റെ അവസ്ഥയെടുത്താൽ പലർക്കും അത് അപ്രാപ്യമാകുന്നു. ചെറിയൊരു വിഭാഗമല്ല, രാജ്യത്ത് വലിയൊരു വിഭാഗം തന്നെ ഇത്തരത്തിൽ വിദ്യാഭ്യാസം അപ്രാപ്യമായി കഴിയുന്നവരായിട്ടുണ്ട്. ഈ ദുസ്ഥിതിയിൽ നിന്നും സാധാരണക്കാർക്ക് രക്ഷ കിട്ടുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ഇപ്പോൾ നമ്മുടെ നാട് പല കാര്യങ്ങളിലും
വ്യത്യസ്തതയുള്ള നാടാണ്. നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് അങ്ങേയറ്റം മുന്നിട്ട് നിൽക്കുന്ന ഒരു നാടാണ്. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയും ആരോഗ്യ മേഖലയും പൊതുവെ രാജ്യം മാത്രമല്ല ലോകം തന്നെ ശ്രദ്ധിച്ചിട്ടുള്ളതുമാണ്. പക്ഷേ വിദ്യാഭ്യാസ രംഗത്തുള്ള കുറവുകൾ, നമ്മുടെ ദൗർബല്യങ്ങൾ പരിഹരിക്കുന്നതിനു കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം സർക്കാർ തുടക്കം കുറിച്ചത്. നല്ല പിന്തുണയാണ് അതിന് ലഭിച്ചത്. നാം തുടക്കം കുറിക്കുമ്പോൾ 8ാം തരം മുതൽ 12 വരെയുള്ള ഹയർ സെക്കൻഡറി വരെയുള്ള കുട്ടികൾക്കാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആദ്യം നിർവഹിച്ചിരുന്നത്. അതിൻ്റെ ഭാഗമായി ആ ക്ലാസ് മുറികൾ ഹൈടെക്കായി മാറുകയായിരുന്നു. ഇപ്പോൾ നമ്മൾ അതിനെ ഒന്നുകൂടി വിപുലമാക്കുകയാണ്. ആ വിപുലമാക്കുന്നതിൻ്റെ ഭാഗമായി LP UP സ്കൂളുകളും അവിടുത്തെ ക്ലാസ് മുറികളും ഹൈടെക് ആവുകയാണ്. വലിയ തോതിലുള്ള ഒരു വിജ്ഞാന വിസ്ഫോടനമാണ് ഇതിൻ്റെ ഭാഗമായി എല്ലാ സ്കൂളുകളിലും സംഭവിക്കാൻ പോകുന്നത്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. എല്ലാ ജില്ലകളിലും ആ പരിപാടികൾ നടക്കുകയുണ്ടായി. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് നാം ഉദ്ദേശിക്കുന്നത് ഏത് കുട്ടിയും ഏതൊരു ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയ ശ്രദ്ധയാകർഷിക്കപ്പെടാത്തൊരു കോണിൽ സ്കൂളായാലും ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി ലോകത്തിലെ ആ സമപ്രായത്തിലുള്ള കുട്ടികൾ പഠിക്കുന്ന ഏറ്റവും ഉയർന്ന നിലവാരമുണ്ട് എന്ന് കണക്കാക്കുന്ന ആ അക്കാദമിക് മികവിനോടൊപ്പം തുല്യത നേടണമെന്നുള്ളതാണ്. ആ തരത്തിലാണ് നമ്മുടെ വിദ്യാഭ്യാസ ക്രമം മാറി വരുന്നത്. ഇതിന് നല്ല പ്രതികരണം വിദ്യാർത്ഥികളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും നാട്ടിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ഉണ്ടാകുന്നുവെന്നാണ് ഈ കഴിഞ്ഞ 3 വർഷത്തെ അനുഭവം. ഇപ്പോൾ ഈ വിദ്യാഭ്യാസ വർഷ ആരംഭത്തിലെ കുട്ടികളുടെ അഡ്മിഷൻ കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടായൊരു പ്രത്യേകത, പൊതുവിദ്യാലയങ്ങളിൽ ഈ 3 വർഷം കൊണ്ട് 5 ലക്ഷം വിദ്യാർത്ഥികളുടെ വർധനവുണ്ടായി എന്നുള്ളതാണ്. നേരത്തെ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്നതിനെ പറ്റിയായിരുന്നു വലിയ ഉത്കണ്ഠ. എന്നാൽ അതിന് പകരമായി എണ്ണം വർദ്ധിക്കുന്ന നില. കഴിഞ്ഞ വർഷം വരെ 2 വർഷത്തിൽ 3,41,000 കുട്ടികളുടെ വർധനവ് വന്നിരുന്നു. ബാക്കി ഈ വർഷം ഉണ്ടായ വർധനവാണ്. ഈ തരത്തിൽ പൊതുവിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്താൻ ഉള്ള ഇടപെടൽ, അതിന് സർക്കാർ മുൻകൈയെടുത്തപ്പോൾ നാടും നാട്ടുകാരും അധ്യാപകരും വിദ്യാർത്ഥികളും വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട സർവരും അതിൻ്റെ കൂടെ നീങ്ങിയതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു അവസ്ഥ നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞത്. ഇവിടെ ആരംഭിക്കുന്ന അലീഫ് ഗ്ലോബൽ സ്കൂള് 5 ഏക്കറിലായി അന്തർദേശീയ സൗകര്യങ്ങളോടെയാണ് ആരംഭിക്കുന്നത്. എവിടെയുമുള്ള വിദ്യാർത്ഥികൾക്ക് രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തായാലും ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും ഇവിടെ പഠിക്കാനുള്ള സൗകര്യമുണ്ടാകും. വിശാലമായ ലൈബ്രറി, അതോടൊപ്പം ലാബ്, പ്ലേ ഗ്രൗണ്ട്, ഇത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് ഭാവിയിൽ ഗണ്യമായ സംഭാവനകൾ നൽകാൻ ഈ വിദ്യാകേന്ദ്രത്തിന് കഴിയട്ടെ എന്ന്
ഈ ഘട്ടത്തിൽ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ വിശ്വാസത്തെ വർഗീയതയായും വർഗീയതയെ ഭീകരതയായും മാറ്റാൻ സംഘടിതമായി പലരും ശ്രമിക്കുന്ന ഒരു കാലമാണിത്. ഈ കാലഘട്ടത്തിൽ ഒരേ മനസ്സ് എന്ന മൂല്യം ഉയർത്തിപ്പിടിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സങ്കുചിത കാഴ്ചപ്പാടുകൾക്കപ്പുറമുള്ള മാനവിക മൂല്യങ്ങൾ വിദ്യാർത്ഥികളിൽ വളർത്താൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. അതിന് കഴിയുന്നതായിരിക്കും ഇവിടുത്തെ അധ്യയനം എന്ന് തന്നെയാണ് ഉറപ്പായും കരുതുന്നത്. ജീവിത വിജയം കരസ്ഥമാക്കുമ്പോൾ അതിനെ സ്വന്തം കാര്യം നോക്കാൻ മാത്രമായി ചുരുക്കിക്കളയരുത്. നമുക്ക് ചുറ്റുമുള്ളവരെയും നമ്മുടെ സമൂഹത്തെയും നമ്മോടൊപ്പം വിജയത്തിലേക്ക് കൈപിടിച്ചുയർത്താനുള്ള പ്രചോദനം നമ്മുടെ വ്യക്തിഗത വിജയത്തിൽ ഉണ്ടാവണം. സമൂഹമില്ലെങ്കിൽ വ്യക്തിയില്ല എന്നും വ്യക്തികളില്ലെങ്കിൽ സമൂഹമില്ല എന്നും ഓർമ്മ വേണം. വ്യക്തിയും സമൂഹവും തമ്മിലുള്ള പാരസ്പര്യത്തെയാണ് ഇത് കാണിക്കുന്നത്. ഇവിടെ നേരത്തെ ബഹുമാനായ കാന്തപുരം പറഞ്ഞതുപോലെ പഠനം ഒരു തൊഴിൽ കിട്ടാനുള്ള മാർഗം മാത്രമല്ല, നല്ല മനുഷ്യരാവാനുള്ള ഉപാധി എന്ന നിലക്ക് കൂടിയാണ് അതിനെ കാണേണ്ടത്. അത്തരമൊരു വീക്ഷണം ഇല്ലാത്തവർ പഠിച്ച് എത്ര മിടുക്കരായാലും ഏത് ഉയർന്ന സ്ഥാനത്തെത്തിയാലും അതുകൊണ്ട് നാടിന് ഗുണമല്ല ഉണ്ടാവുക. അത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് നാടിനെക്കുറിച്ചും നാട്ടുകാരെക്കുറിച്ചും കരുതലുള്ള മനുഷ്യത്വമുള്ള പ്രതിഭകളെയാണ്. അത്തരം പ്രതിഭകളെ വാർത്തെടുക്കുന്ന കളരിയാവണം വിദ്യാലയങ്ങൾ. അതാണ് വിദ്യാലയങ്ങളുടെ പ്രത്യേകത. ആ സമീപനം ഇതേപോലെ പങ്കിടുന്നവരാണ് ഈ സ്ഥാപനം നടത്തുന്നത് എന്ന് കാണുന്നതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. മനുഷ്യത്വപൂർണമായ ഉയർന്ന ചിന്താഗതിയിലേക്ക് വളരാൻ ഇവിടെ നൽകപ്പെടുന്ന വിദ്യാഭ്യാസം പുതിയ തലമുറക്ക് ഉപകരിക്കട്ടെ. അറിയാനും അന്വേഷിക്കാനും ബഹുമാനിക്കാനും പരസ്പരം സ്നേഹിക്കാനുമാണ് ഇസ്ലാം മതം പഠിപ്പിക്കുന്നത്. ആ ദർശനം ഉൾക്കൊണ്ട് ഒരു ജനതയുടെ വർത്തമാനത്തെയും ഭാവിയെയും നിർണ്ണയിക്കുന്ന തരത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ മുതൽക്കൂട്ടാകാൻ ഈ വിശാലമായ നോളജ് സിറ്റിയിലെ സൗകര്യങ്ങൾ ഉപകരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അലീഫ് ഗ്ലോബൽ സ്കൂൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം. മാനവികതയുടെയും മതനിരപേക്ഷതയുടെയും പക്ഷത്ത് നിൽക്കുന്ന മതന്യൂനപക്ഷങ്ങൾക്ക് എന്നും കരുത്തായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഈ സദസ്സ് ആത്മഹർഷത്തോടെ ഏറ്റുവാങ്ങുകയാണ്. We acknowledge the presence of dignitaries, leaders, and representatives from different walks of life. We thank you for your graceful presence here on the grand inauguration ceremony of Alif Global School. We acknowledge the presence of honorable members of Legislative Assembly, Mr. George M. Thomas, Mr. P.T.A. Rahim, MLA, Mr. Karat Razak, MLA. And we request Mr. George M. Thomas, Honorable Member of Legislative Assembly from Tiruvambadi, for a few words of felicitation. Thank you for your presence, and we request Sayyid Fasal Haidrusi, he is the director of Alif Global School, for rendering the vote of thanks. Assalamu alaikum wa rahmatullahi wa barakatuh.
അൽഹംദുലില്ലാ. വളരെയധികം സന്തോഷകരമായ ഈ ശുഭമുഹൂർത്തത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും അലിഫ് ഗ്ലോബൽ സ്കൂളിൻ്റെയും മർക്കസ് നോളജ് സിറ്റിയുടെയും അഗൈതവമായ നന്ദി അറിയിക്കാനാണ് ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. മുൻകഴിഞ്ഞ പ്രസംഗങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ നമ്മുടെ അലിഫ് ഗ്ലോബൽ സ്കൂളിൻ്റെ സാക്ഷാത്കാരത്തിൻ്റെ നിർണായകമായ ഈ മുഹൂർത്തം നമുക്ക് അനശ്വരമാക്കി തന്ന ശ്രീ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അഗൈതവമായ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഈ പരിപാടിയിൽ പ്രാർത്ഥന നടത്തി തരികയും ആശംസകൾ അറിയിക്കുകയും ചെയ്ത ജനപ്രതിനിധികൾ, എല്ലാറ്റിനുമുപരി ഈ നമ്മുടെ സ്കൂളിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ നമ്മോടൊപ്പം എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും പങ്കാളികളായി ഇപ്പോഴുമുള്ള ഗുഡ് എർത്ത് ആൻഡ് സ്പേസ് ആർട്ട് കേരളത്തിൽ അറിയപ്പെടുന്ന ആർക്കിടെക്ട് വിനോദ് സിരേഖ് സാർ, അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന കൊളക്കാടൻ കൺസ്ട്രക്ഷൻസ്, അതിൻ്റെ പ്രൊജക്ട് മാനേജ്മെൻറ്റ്, പ്രോജം, നമുക്ക് എയർ കണ്ടീഷൻ സംവിധാനങ്ങൾ ചെയ്തു തന്ന സ്റ്റാർ വിങ്സ്, അതുപോലെ പല ഏജൻസികൾ, അവരെയൊക്കെ സർവാത്മന നന്ദി അറിയിക്കുന്നതോടൊപ്പം തുടർന്നും അവരുടെ സഹകരണങ്ങൾ നമ്മോടൊപ്പം ഉണ്ടാവുമെന്ന് ഉറപ്പുണ്ട്. വ്യത്യസ്ത ഏജൻസികളും വ്യത്യസ്ത കമ്പനികളും മറ്റ് അവരുടെ കമ്പനികളുടെ പല നിയമങ്ങളും മാറ്റിവെച്ചുകൊണ്ടാണ് മർക്കസ് നോളജ് സിറ്റിയുടെ പല പദ്ധതികൾക്കും സഹകരിക്കുന്നത്. അതിനുപരി നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ, അതായത് സ്കൂളിൻ്റെയും മർക്കസ് നോളജ് സിറ്റിയുടെയും വിജയത്തിന് നമ്മോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കുന്ന സ്നേഹസമ്പന്നരായ നാട്ടുകാർ, സ്കൂളിൻ്റെ അക്കാഡമിക് പാർട്ണർ എക്സൽ സോഫ്റ്റ്, നമ്മെ ഈ നിലയിലെത്തിക്കുന്നതിന് വേണ്ടി നമ്മോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്ന വ്യത്യസ്ത ഏജൻസികൾ, ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച ലോ ആൻഡ് ഓർഡർ ഡിപ്പാർട്ട്മെൻറ്റ്സ്, പഞ്ചായത്ത്, മറ്റ് ഒട്ടനവധി ഡിപ്പാർട്ട്മെൻറ്റുകളും, ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച വളണ്ടിയേഴ്സ്, സഹകരിച്ച് വിജയിപ്പിച്ചു തന്ന എല്ലാ സഹൃദരെയും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Thank you. We request the honorable guests, please rise your feet for